ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ വീട് നമ്മൾ കഴിഞ്ഞ ആഴ്ച 4 ദിവസം ആയിട്ടില്ല, 2 ദിവസം മുന്നല്ലേ, 5 ദിവസമായോ, 4 ദിവസം മുന്നിട്ടപ്പോൾ നിങ്ങൾ കണ്ട ഫ്രണ്ട് ആവൂല, നിങ്ങൾ കണ്ട ഫ്രണ്ട്. കാരണം അത്രയും മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. മൈക്കുറക്കല്ലോ നോക്കിയാണ് കത്തുണ്ട് അതിമ പച്ചാത്തല്ലേ അല്ല അറിയുമ റൂട്ടർമേ ഒരു പച്ച ബ്ലിങ്ക് ചെയ്യണല്ലോ. ഓക്കെ, ഈ മാറ്റങ്ങൾക്കുള്ള കാരണം എല്ലാവരും അറിഞ്ഞിനി. അന്ന് എന്താ വെച്ചാൽ നമ്മൾ കല്യാണം റിവീൽ ചെയ്തിട്ടില്ല. അതെ അതെ അതെ, എല്ലാവരും പറഞ്ഞു അസുറിന്റെ കല്യാണം ആവൂല, കാരണം പെരപ്പണി തീരാൻ ചാൻസ് അവിടെ അനുവിന്റെ വീട് നടക്കുന്നുണ്ട്, അവിടെ വീട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കും നമ്മളെ കല്യാണ പരിപാടി ഇനിയിപ്പോ പരിപാടി ഉണ്ട് നമ്മളെ നാട്ടില്. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോ തന്നെ നമ്മള് വീട് പണി തീർക്കണം എന്ന് നമ്മളുടെ പ്രിയങ്കരനായ ഡാനിസിനോട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം ഊണും ഉറക്കമില്ലാതെ ഇവിടെ തന്നെ നിന്നാണ്ട് ഇത് തീർക്കാൻ നോക്കുകയാണ്. എത്ര സെറ്റ് പണിക്കാരുണ്ട് ഇപ്പൊ ഇവിടെ? ഇവിടെ ഇപ്പൊ ഒരു 8-10 സെറ്റ് പണിക്കാരുണ്ട്. എന്തിന്റെ ആൾക്കാരാണ്? എന്തിൻ്റെതൊക്കെ ചോദിച്ചപ്പോ കറക്റ്റ് അറിയില്ല, അത്രയും പണിക്കാരുണ്ട്. അപ്പൊ നമ്മളെ എഞ്ചിനീയർക്ക് വരെ അത് എണ്ണാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അത്രയും പണിക്കാരാട്ടോ. കാരണം ഇതിനുള്ളിൽ ഒരു 10-50 ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഫ്രണ്ട് ഉണ്ടോ കേട്ടോ, മുറ്റാണ് ഈ കാണുന്നത്. കട്ട ഇത്ര ഏരിയ, അതായത് നമ്മള് അത് കട്ട ഇടുന്നതിന്റെ മുന്നേ നമുക്ക് മുറ്റം കണ്ട സമയത്ത് ഇത്ര നമുക്ക് ഫീൽ ചെയ്തില്ലല്ലോ. ഞാൻ ആസിനോട് പറഞ്ഞു പേരഞ്ഞ് ഒന്നുകൂടി ബാക്കൊക്കെ തള്ളാൻ പറ്റുമോ വെച്ച് ഞാൻ, കാരണം ഇവിടെ ഫുള്ള് മണ്ണ് നിറഞ്ഞുകൊണ്ട് മുറ്റം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ അന്നേ മൂപ്പര് പറയുന്നുണ്ട് ഇത് റെഡിയാക്കി കഴിഞ്ഞാല് മുറ്റം ഉണ്ടാവും എന്നുള്ള പറയുന്നത്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതാ നല്ല മുറ്റം കിട്ടി. പിന്നെ അന്ന് നമ്മൾ കാണിച്ചപ്പോ മതിലില്ല, ഇല്ലല്ലോ, മതിലുണ്ടാവില്ല. അപ്പൊ എന്താണ് നമ്മളെ മതിലിട്ടോ, അതായത് നമുക്ക് അല്ല റെഡിമെയ്ഡ് വെച്ചല്ല കേട്ടോ. നിങ്ങൾ വരി, നിങ്ങൾ നമ്മളൊപ്പം വേണം, നീല പോലെ വെക്കണം. ഗേറ്റ് റെഡി ആയിക്കണേ, കട്ടപ്പണ ഗേറ്റ് ബാക്കിലുണ്ട്, ഫിക്സ് ആക്കാനുള്ളൂ. മറ്റേ ഇതാണോ നീക്ക സ്ലൈഡ് ചെയ്യണേ? ഓക്കെ, അത് എങ്ങോട്ട് സ്ലൈഡ് ആയി പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് ആയി കറയുന്നുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗേറ്റയുടെ ബാക്കിലുണ്ട്, നമ്മൾ അതിലൊക്കെ പോകും, നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് ഇതിന്റെ ഓരോ മുക്ക് മൂലം നമ്മൾ കാണിച്ചു തരാൻ പോകാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊരു ഷോട്ട് വെക്കോ. ഇതാ ഫുൾ വീട് കാണണമെങ്കിൽ ഇതാണ് നമ്മളെ വീട്. നിങ്ങളെ ഗ്ലാസ് എടുത്ത് വെച്ചാണി. ഹാർഡ് വർക്കിംഗ് ആളാണ്. ഊണുറക്കല്ലാതെ നമ്മളെ പേരെ ഫുള്ള് പെയിന്റ് അടിച്ച് ഉസാറാക്കിയ ആളാണത്. നിങ്ങളാണ് ഫുൾ പെയിന്റിങ് എടുത്ത്. എത്ര ദിവസം കൊണ്ടത് അടിച്ച്? ഇത് 15 ദിവസം. രാത്രി അടിക്കണ്ടോ? ഫുൾ ടൈം രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി 24/7 പെയിന്റിങ് കേട്ടോ. അതിൽ അടിയിൽ ഉറങ്ങാനൊരു ഗ്യാപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. 12 മണി മുതൽ 6 മണി വരെ. ബാക്കി ഫുൾ ടൈം ഇവിടെ പണിക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സ്വന്തം ആളല്ലേ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? വർക്ക് ചെയ്യണം. അതെ, നമ്മളെന്താണോ പറയണത്, എത്ര ടൈം വരെ പണിയെടുക്കണം പറഞ്ഞാൽ റെഡിയാണ്. നമ്മളിവിടെ എന്ത് പറയണോ അത് ചെയ്യാനുള്ള റെഡിയാണ്. അത് തന്നെയാണ് ഇതിന്റെ വിജയം. അത് അത്രേ ഉള്ളൂ. അത് മാത്രല്ല, ഡാനിഷ് പണിക്കാരെ കൊണ്ടെടുക്കുന്ന രീതി പറയണത് സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടെടുക്കണ പോലെയാണ് കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് നടന്നതും. അപ്പോൾ അങ്ങനെ ചെയ്യണം ശരിക്കും. അതെ അതെ, പണിക്കാർ നമ്മൾ അങ്ങനെ കൊണ്ടിറക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു വൃത്തിക്ക് കാര്യങ്ങൾ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പറഞ്ഞു, 4 മാസം കൊണ്ട് അല്ലേ? 4 മാസം കൊണ്ട്. ഇപ്പം അത് 4 ദിവസം മുമ്പ് നിങ്ങൾ കണ്ട മര്യാദയിൽ നമ്മൾ ഉള്ളിൽ കയറിയാണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ആവില്ല നിങ്ങൾക്ക് ഇവിടെ കാണത്. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ ഇന്റീരിയറിന്റെ ടീം ഇതാ, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തത്. നിങ്ങളെ കമ്പനീന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞിട്ടില്ലേ? പെരിന്തൽമണ്ണ നോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഡിസൈനിങ്, ഇന്റീരിയറും എക്സ്റ്റീരിയറും ഡിസൈനിങ് പെർസ്പെക്റ്റീവ് ഒക്കെ ചെയ്തത് നമ്മളാണ്. 3D. നമ്മൾ ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ കോർ ഉണ്ടാവും. പക്ഷെ നിങ്ങളെ പ്രൊജക്ടിന്റെ കോർ പറഞ്ഞാൽ അറിയാലോ, ടൈമിന്റെ പ്രശ്നമായിരുന്നു. ലിമിറ്റഡ് ടൈമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസൈനിങ്ങും കൺസൾട്ടിങ്ങും 2Dയും എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ കൊടുത്തു, അതിനുശേഷം 2D ചെയ്തു, അതിനുശേഷം കൺസൾട്ടിങ്. നിങ്ങൾക്ക് അറിയില്ല, ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കല്യാണത്തിന് ഇരുന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അല്ല, ഇതിൽ നിങ്ങൾ എന്നെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ കടുംവാശി പിടിച്ചിട്ടുണ്ടാവില്ല. ഡിസൈൻ ആണെങ്കിലും എല്ലാണെങ്കിലും അല്ല, നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് 100%. നിങ്ങൾ അഷറൊക്കെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്ര ഫാസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യാനും ഇത്ര പെട്ടെന്ന് കൺസൾട്ടിങ് ഫുള്ളാക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. താങ്ക് യു. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി നമുക്ക് അറിയുന്നൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിലേറെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്ക് കാരണം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് തന്നെ അറിയാം. നമ്മൾ അറിയണില്ലാറെ നമ്മൾ ഓരോ റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ഇത് വേണം അത് വേണം പറഞ്ഞ് ഇവരടങ്ങാറാക്കാതെ ഇവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ അങ്ങനെ ചെയ്ത്. കാരണം നമ്മളിലേറെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരാം. അപ്പോൾ ഓരെന്തായാലും മോശമായിട്ട് ചൂസ് ചെയ്യൂലല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കും? ഞങ്ങൾക്ക് ഏറ്റവും ഉള്ളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിസൈൻ എന്താണോ കൊടുത്ത് അതപ്പോൾ ആൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുമെന്നറിയും.
പിന്നെ ഞങ്ങൾ ബെഡ്റൂം മാത്രമാണ് കളർ അതൊരു ബ്ലാക്ക് തീം ആയതുകൊണ്ട് പറ്റൂലാണ്. ബാക്കി ഇപ്പം ഞങ്ങൾ എന്താണ് കൊടുക്കുക അത് ആൾക്ക് ഓക്കെ ആവും. പിന്നെ ആൾക്ക് ചെറിയ ചേഞ്ച് ആകെ ഒരു ബെഡ്റൂം മാത്രമേ ചേഞ്ച് ആവും, ബാക്കിയുള്ളതൊക്കെ ആൾക്ക് ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ സ്ഥലത്തിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആൾക്ക് ഓക്കെയാണ്. അടിപൊളി പക്കയാണ്. താങ്ക് യു. നമുക്ക് പേർപ്പണി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ പുറത്തുനിന്നുള്ളൊരു ഷോട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വീട് വരുന്നത്. ഒരു അടിയിൽ നിന്നൊരു ആംഗിളൊക്കെ വെച്ചുതരാം. ഇതാണ് വീട് കേട്ടോ, കണ്ടോളൂ. നമ്മൾ അന്ന് വ്ളോഗ് എടുത്ത സമയത്ത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ അത് കുടിക്കാം, മൈക്ക് കുടിക്കാം. ഇനി ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 കട്ടയും കൂടി ഇടും. ഏകദേശം പോർച്ച് വരാം. പോർച്ചിന്റെ പേരെന്തേനി? പോർച്ചിന്റെ പേര് പോർച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് കറക്റ്റ് നോക്കിയിട്ട് ഇതിന്റെ കട്ട കെട്ടിന് ശേഷം മറ്റേ ഇതല്ലേ കമ്പിയോണ്ട് അതായത് സിംഗിൾ പോസ്റ്റ് കൊടുത്തിട്ട് 2 പോസ്റ്റ് മാത്രം കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാണ്ട് എന്നിട്ട് ഷീറ്റ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. ഒരു ഓവൽ ടൈപ്പില് അങ്ങനത്തെ പോർച്ച് നമ്മൾ വെക്കാൻ വിചാരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഗാർഡൻ വരും, ഇവിടെ നിന്നിട്ട് കുറച്ച് ഗാർഡൻ വരും. പിന്നെ എവിടേക്ക് പറഞ്ഞു മൈക്കറില്ലേ ഗാർഡൻ അവിടെ സിറ്റ് ഔട്ടിന്റെ സൈഡിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, പിന്നെ ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ആ ഭാഗത്ത് ഫ്രണ്ടില്, പിന്നെ അവിടെ ടെർമിനാല് വരാണ്ട് ആ ഒരു കോർണറിൽ. ആ ഒരു കോർണറിൽ ഈ മതില് പുള്ളി നമ്മളിഞ്ഞ് ഇത് ശരിക്കും നമ്മളെ കോട്ടേഴ്സിന്റെ മതിലാണ്. അത് നമ്മൾ വാഷ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യും. പിന്നെ നമ്മളെ ഈ ഒരു പോർഷൻ ഉണ്ടാ ഇവിടെ പ്ലാന്റ്സ് വരാണ്ട്. ഇതൊരു ഹൈലൈറ്റ് പോർഷനാണ്. പിന്നെ ഡിസൈനിനെ പറ്റി കൂടുതൽ ഷായന പറഞ്ഞുതരും. ഡോറൊന്നുമില്ല. പെരയിൽ എപ്പോഴും പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ്. നമ്മള് രാത്രി 10 മണി 11 മണിക്കൊക്കെ വരുമ്പോ 2 മണിക്കൊക്കെ വരുമ്പോ അന്യം കാത്തു നിന്നാണ് ഇതിന്റെ ഉറക്കം പോയി. അപ്പൊ ഉമ്മാക്ക് ഉറക്ക സുഖാനും വേണ്ടിട്ട് നമ്മള് ഫിംഗർ പ്രിന്റ് ലോക്കാണ് വെക്കണത്. ഫേസ് ഐഡി ഫിംഗർ പ്രിന്റിൽ ലോക്കാണ് വെക്കണത്. അപ്പൊ ഉമ്മ വന്ന് തുറന്നു തരണ്ട, നമുക്ക് തന്നെ ഏത് സമയത്തും വന്നാണ്ട് തുറന്നു കയറല്ലേ. ലോക്ക് നല്ലതാവൂലേ? ഓ അടിപൊളി. ആര് വന്നാലും ഫേസ് ഐഡി വർക്കാവില്ലല്ലോ. ഏത് സ്വിച്ചില്ല, ലൈറ്റ് കത്തി തുടങ്ങി. ഇനി ഇവിടെ ഏതൊക്കെ ലൈറ്റ് നമുക്ക് വരാല്ലേ? തൂങ്ങി മറ്റേ സാധനം വരണ്ടല്ലേ, സ്ട്രിപ്പ്. എന്നാ വാ, ഇതൊക്കെ പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്താണ്. പക്ഷെ ബാത്റൂം ടൈൽസ് ഫുള്ള് ഇട്ടിട്ടോ. ഇനി ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് എന്നത്തെ ഡാൻസ് നാളെ ഫിറ്റിങ്സ് നാളെ ചെയ്യും. കല്യാണം ആകുമ്പോൾ നമ്മൾ ഫുൾ ഫിനിഷ് ആക്കും ഇൻഷാ അല്ലാ. ഇല്ലല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇരുമ്പിന്റെ ഇതാണ്, കട്ടിലാണ്. എന്തായാലും പറയാ കട്ടിലാന്നല്ലേ പറയാ. അപ്പൊ അത് മരത്തിന്റെ കളർ കൊടുത്ത് ഇനി തേക്കിന്റെ ആ ലൈനിങ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വരച്ചുണ്ടാക്കിയാണ്ട് ആ ഒരു ഫീൽ തന്നെ മാറ്റും. മരം വേണമെന്നില്ല എന്നല്ല, ഈ മഴ പെയ്താണ്ട് ഈ കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഇനി വെള്ളം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില വാതില് ജനാലുണ്ട് കട്ട് ചെയ്യണത് നമുക്ക് തുറക്കാൻ കഴിയൂല, ടൈറ്റ് ആവും. അപ്പൊ അത് വരാതെക്കാൻ ഡാനിഷ് തന്നെയാണ് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തത് ഇരുമ്പിന്റെ വെക്കാനാണ് നല്ലത്. വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് വരില്ല. എന്താ വെച്ചാല് വീട് എൻ്റെ എല്ലാ ഏരിയകളും കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം മാത്രമല്ല, വീട് ഫുള്ള് വാട്ടർ പ്രൂഫാണ്. പിന്നെ പെയിന്റ് വാട്ടർ പ്രൂഫിന്റെ പെയിന്റ് ആണ്. ഇത് പെയിന്റിന് ഒരു കോട്ട് കൂടി വരും. ഈ പെയിന്റ് നമുക്ക് വെള്ളം പറഞ്ഞ് തുടക്കാൻ പറ്റുന്ന പെയിന്റ് ആണ്. ഇത് തേക്ക്, നിലമ്പൂർ തേക്ക്. റോൾസ് റോയ്സിന്റെ മറ്റേ ഡാഷ്ബോർഡ് ഇതൊക്കെ അഭിമാനല്ലേ. റോൾസ് റോയ്സിന്റെ ഏതോ ഒരു മോഡല് അത് പണ്ട് സായിപ്പന്മാർ ഇവിടുന്ന് കയറ്റി പോയി പറയണേക്കാ മരം വന്ന് അങ്ങനെ എന്തോ ആണ്. കാർ എന്തോസിയാസ്റ്റുകൾ വന്നിട്ട് കമന്റ് അങ്ങനെയല്ല, അല്ല അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ വീഡിയോ അല്ല അങ്ങനെ തന്നെയാണ്, പക്ഷെ അത് എല്ലാ കാറിനും ഇല്ല.
ഏതോ ഒരു ഏതൊരു മോഡൽ ഏതൊരു മോഡൽ ഇപ്പത്തെ റോൾസ് റോയ്സിനൊന്നും ഇപ്പൊ ഇവിടെ ഒന്നും തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയാറ്റില്ല ഇവിടുത്തെ തേക്കിന് എന്താ പ്രത്യേകത ഉണ്ടാ. അത് ശരിയാ. ഇവിടെ നമുക്കൊരു സോഫ വരും, കർട്ടൻ വരും. കർട്ടന്റെ ടീമൊക്കെ എന്താ ഈ സെറ്റാണോ? സെറ്റാണ്. മേലൊന്നും കാത്തിക്കില്ലേ. കർട്ടനൊക്കെ നമ്മൾ ഞായറാഴ്ച രാവിലെ ഫിറ്റ് ചെയ്യും. പരിപാടി കഴിഞ്ഞിട്ട് അസറിന് നേരെ ഡാൻസ് പറഞ്ഞാൽ പരിപാടി വരെ ഇന്ന സ്വയം കെടുത്തത്, പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോര് കേറാനുള്ള സെറ്റപ്പ് ആവും. അത് കേട്ടാ മതി. അപ്പോ പിന്നെയുള്ള എന്താണ് ഇവിടെ അത് വരും. സോഫ എവിടെ വരിക? സോഫ ഇവിടെ ഞങ്ങളവിടെ പോയി നോക്കിയേരി. ഇവിടെ എവിടെ? ഇവിടെ ചെറിയ സോഫ വരും. ഓക്കെ. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഈ സോഫ എവിടെ വരണം, കർട്ടൻ എവിടെ വരണം, അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്ന ആൾക്കാർ? നിങ്ങൾ പറഞ്ഞോളി. നമ്മളെ കാട്ടിലും ഫുൾ ഹൈറ്റ് കേർട്ടൻ ഉണ്ടാകുക, കേർട്ടൻ പ്ലസ് ഷീറായിട്ട് ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് ഇവിടെ സിറ്റിംഗ് ആണ്, ലേഡീസിന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റിംഗ്. അങ്ങനെ ഇവിടെ കോമൺ ലിവിംഗ് ഗസ്റ്റ് ആണ്. അത് കോമൺ ഗസ്റ്റ്. ടി വി യൂണിറ്റ് അവിടെ. 65 ഇഞ്ച് ടി വി അവിടെ പോകും അല്ലേ? ഓക്കെ. പിന്നെ ഇതിലെങ്ങനെ വന്നിട്ട് അവിടെ ഭയങ്കര സൗണ്ടാണ്. എവിടെ? ഇവിടെ ഡൈനിങ് വരും. ഓക്കെ. മറ്റേ ചില്ലിൻ്റെ ആണ് വരിക. കോട്ട്സ് ആണ്, കൊറിയൻ ടോപ്പ് എന്ന് പറയും. ഒരു ഗ്രേ അല്ല ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുള്ള കൊറിയൻ ടോപ്പാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അത് നമ്മളാണ് പോയി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോയേക്കാം അല്ലേ? ഈ ഗ്യാപ്പിൽ മറ്റേ സാധനം ഇടും. അത് മറ്റേ ഈ കളറിലുള്ള സാധനം ഇടും. അപ്പോക്സി. അപ്പോക്സി. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കാണും അല്ലേ? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പ് വരുന്നത്. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഓക്കെ. പിന്നെ കിച്ചണ്. ഈ കിച്ചണിൻ്റെ സൈസ് ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, അത്ര സൈസ് ഇല്ല, കുറവാണ്. പക്ഷെ എന്നാലും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഇവർക്ക് ഈസി ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ല ചെറുക്ക? 100%. പിന്നെ നമ്മൾ പുറത്ത് ഒരു ചെറിയ ഉമ്മാക്ക് എന്തായാലും വിറകടുപ്പ് വേണം. അപ്പോൾ നമ്മൾ വിറകടുപ്പിനുള്ള സംവിധാനം ഇവിടെ ചെയ്തിക്കണ്. ഇത് വിറകടുപ്പിനുള്ള പരിപാടിയാണ്. അത് കുറച്ച് ഞാൻ ലെവലാക്കും. പിന്നെ ഇവിടെ നിന്ന് ഷീറ്റ് ഇടും നമ്മൾ. ഇല്ലല്ല, ബാക്ക് ഫുള്ള് കട്ടായി. പിന്നെ ഇതാണ് ഗേറ്റ്. ഇത് ഗേറ്റാണ്. ഈ വലിപ്പത്തിൽ ഗേറ്റ് ഉണ്ട് കേട്ടോ. ഇതാക്കണേ. ഇതിന് പെയിന്റ് അടിച്ച് മരത്തിന്റെ വരികയാക്കോ? ഇത് മരത്തിന്റെ എന്തോ ഒരു സാധനം ഇടുന്നു പറഞ്ഞാണ്. ഇത് കറുപ്പ് പെയിന്റ് അടിക്കും, അങ്ങനെ എന്തൊക്കെയാണ്, ഒരു ഐഡിയ ഇല്ല. ആ കിണറ് കാണിച്ചെടുത്തോട്ടെ. നമ്മൾ ഇന്റീരിയറിന്റെ പിന്നെ ഓരോ കൂടെ വന്നു തന്നെയല്ലേ? പ്രൊജക്ട് മാനേജർ. ഓക്കെ. എന്താണെന്ന് നമുക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം മാഷാഅല്ലാഹ് നല്ല തെളിഞ്ഞ വെള്ളമാണ്. കിണർ കണ്ടോളൂ. ഇത് എത്ര റിംഗ് ആസറോ? ഇത് 34-36 റിങ്ങൊക്കെ. ഓ, 4X 36 കോല് അങ്ങനെ പറയാം. ഇത് അടിക്കണക്കേ കാറല്ലേ? അങ്ങനെ എന്തോ ആണ്. ഇതാ. അപ്പോൾ നല്ലൊരു കിണർ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റെ റൂം പോയാലോ വാസിലെ? സൈഡ് ബാക്ക് ഇതോ കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കാം. എനിക്ക് 2 മൈക്ക് കൊടുത്താൽ അതിന്. മറ്റിന്നല്ലേ? സാരല്ല, കുഴപ്പമില്ലല്ലോ. ഇല്ലല്ല. അപ്പോൾ ഇതാ ഈ സൈഡ് ഇങ്ങനെ നമുക്ക് ഈ സൈഡിൽ ഇത്ര ഗ്യാപ്പാണ് വരുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ നമുക്ക് നടന്നു പോകാനും. അതായത് പഞ്ചായത്തിന്റെ എന്തോ ഒരു റൂളുണ്ട്, ഒരു വീടും നമ്മളെ മതിലും ഇത്ര ഡിസ്റ്റൻസ് വേണം. ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് വിട്ടു നമ്മൾ. ഓക്കെ. 1 മീറ്റർ. 1 മീറ്ററാ? ഓക്കെ. അങ്ങോട്ട് പോകണമെന്നില്ല, നമുക്ക് ഇതിലെ കയറാം. അപ്പോൾ പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. നിലമ്പൂർ ഏരിയയിലുള്ള എല്ലാ പണിക്കാരും നിലമ്പൂർ ഏരിയയിൽ വേറെ പെരപ്പണി നടക്കണില്ല എന്ന് പറഞ്ഞോ. എന്താ വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ടൈമിന്റെ ലിമിറ്റേഷൻ ഭയങ്കരമാണ്. അപ്പോൾ അതിൽ നമ്മൾ അർജന്റ് പിടിച്ചുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഇത്ര കുറഞ്ഞ. എന്നാലും ഞാൻ അർജന്റ് കുട്ടി ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പാളിച്ചകൾ വരുന്നത് ഒന്നും വന്നില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ വരി. ഇവിടെ നമ്മൾ എന്ത് വരും? ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ അല്ലേ? പുറത്തേക്ക് ഷീറ്റ് ഇടും. എവിടെ ഇടും? അവിടെ ഇടും. ഇവിടെ നമ്മളൊരു ബാത്റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. പുറത്തൊരു ബാത്റൂം ഒക്കെ സെറ്റാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ സ്പേസ് വിട്ടിക്കണത് അതിന് വേണ്ടിയിട്ടോ, അതായത് പുറത്ത് ബാത്റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ഒറ്റ ബാത്റൂമാണ്, വലിയ ബാത്റൂം. ഓക്കെ. ടോയ്ലറ്റും കുളിക്കാനുള്ളതും കൂടി. ഓക്കെ. കിണറും നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. കല്യാണം അല്ല, കിണർ ഇങ്ങനെ റിംഗ് അല്ല ഉണ്ടാവുക? അയിമ മരം വരും. മരം നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും പറഞ്ഞോടക്കല്ലേ, അത് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ. ഇത് സ്റ്റോർ റൂം അല്ലേ?
ഷോറൂമിൽ CCTV, അതായത് ഇൻവേർട്ടർ കംപ്ലീറ്റ് ഇതിൽ കാര്യങ്ങളതിൽ അതൊന്നും പുറത്തേക്ക് കാണില്ല. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ കംപ്ലീറ്റ് CCTV സർവൈലൻസിലാണ് വീടുണ്ടാവുക കേട്ടോ. അതുകൊണ്ട് ജോർജിയയിൽ ഇരുന്നാലും വീട് എന്ത് ചെയ്യാൻ പറ്റണം, ഫുള്ള് കാണാൻ പറ്റും. അവിടെ നമുക്കൊരു സ്റ്റോക്ക് റൂമും ഉണ്ട്. ശരി, ഒരു കുറേ പറഞ്ഞു നമുക്ക് മേലെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല സൗണ്ടാണ്. ഇതേത് റൂമാ? അവിടെ പണിയെടുക്കാണ്, അവിടെ കയറാൻ കഴിയില്ല. ബാത്റൂം മാത്രം എല്ലാ റൂമിലും ലെവലാക്കിക്കണത്. ഇപ്പോൾ എൻ്റെ റൂമിൽ ടൈൽസ് ഇട്ടില്ല. സൗണ്ടാണ്, ഫുൾ സൗണ്ടാട്ടോ. മൈക്ക് അത്ര അടുത്ത് കുടിച്ചേണ്ടി വരും. ആദ്യം ഇങ്ങോട്ട് കയറാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ ചെക്കൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ ബാൽക്കണി ടൈൽസ് ഇതാണ്. ബാൽക്കണി അതോ അങ്ങോട്ടില്ല, അതെന്താണ് അതൊരു ഓപ്പൺ ടെറസ് ആണ്. ഇത് നമ്മളെ ആൻഡ്രോയിൽ മൊത്തത്തിലേക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റില്ല. പറ്റും. അത് ഇതൊരു പ്രൈവസി ഏരിയ ആണ്. ഇവിടെ എന്താ പറയുക, ഗ്ലാസോ? അവിടെ ഗ്ലാസ്, ആ ഗ്ലാസിന്റെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അങ്ങനെ അങ്ങോട്ടും കൂടെ ആ ഗ്ലാസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ കസേല കിട്ടിയാണ് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കുതിർക്കാം, നാച്ചുറൽ കണ്ടിരിക്കുക, പാടം നോക്കി ഇരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ചെക്കൻ്റെ റൂം. കാരണം ആദ്യം സെറ്റ് ആവേണ്ട ചെക്കൻ്റെ റൂം ആട്ടോ. ഇതും നിങ്ങൾ തന്നെയല്ലേ ഡിസൈൻ ചെയ്തിരിക്കണേ? ഫുള്ള് വില കേട്ടോ. നിങ്ങൾ തന്നെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് അഷർ കണക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് തീമായിരുന്നു അല്ലേ? പിന്നെ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി ക്ലാസിക്കൽ തീമിലാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ട് ക്ലാസിക്കൽ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. ബ്ലാക്ക് തീം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരു 25 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു റൂമേനെ ആദ്യം ഡിസൈൻ ചെയ്തത്. പക്ഷെ ഞാൻ ഫുൾ ബ്ലാക്ക് തീം, അത് നമ്മൾ ചെക്കന്മാർക്ക് പറ്റിയൊരു സാധനമാണ്. പക്ഷേ പിന്നെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങൾ ഉണ്ടാക്കി തന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പം അത് വേണ്ട, നമുക്ക് നോർമൽക്ക് മാറ്റാറുണ്ട്. ഒരു നോർമൽ ഡിസൈനിക്ക് അത് മാറ്റി വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ ഡിസൈൻ. ഇത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 2 ടൈപ്പ് വാൾഡ്രോബ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇവിടെയും ആ സൈഡിലും മാക്സിമം സ്റ്റോറേജ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ ഇല്ല, ഇതിൽ സെൻറ്ററത്തെ പോർഷൻ നമ്മൾ ഹാങ്ങിങ് ആണ്. അതെ, സെൻറ്റർ ഗ്ലാസ് ആണ്, ഹാങ്ങിങ് ആണ്. ഗ്ലാസ് ആണെങ്കിലും ഫ്ലൂട്ടഡ് ആണ്, ഫുള്ളായിട്ട് ഉള്ളിലോട്ട് കാണില്ല. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ മേ ബി അലങ്കോലമായിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവരിത് ഫുള്ള് വേറെ സ്ഥലത്ത് അളവ് എടുത്ത് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഫിറ്റ് ചെയ്താട്ടോ അത്. പിന്നെ ബാത്റൂം അത് ഇതാ വലിയ ബാത്റൂം ആട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ അടിയൊക്കെ ഇടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതവിടെ അങ്ങനെ ബാത്ത് ടബ് ഇവിടെ വരൂല്ലേ? അതുകൊണ്ട് ഒരു ചിരകാല സ്വപ്നമായിരുന്നു ബാത്ത് ടബ് വേണമെന്നില്ല അല്ലേ? അത് ഒരു ആഗ്രഹമായിരുന്നു, അത് ഇവിടെ വരും. പക്ഷെ ഒരു ബാത്ത് ടബ് വെക്കാണ്ട് ഒരു ബാത്റൂമിൻ്റെ പൈസ അതിൻ്റെ സത്യം അതൊരു പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹമല്ല. അപ്പോൾ ഇതാണ് അസുറിൻ്റെ റൂമിൻ്റെ പിന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്താ ഈ സൈഡ്? അതാ വാർഡ്രോബിൻ്റെ. ഓക്കെ. ഇവിടെ സെറ്റ് ആക്കിക്കണേ. അപ്പോൾ അതാ ഇവിടെ അല്ലേ? ഇതൊക്കെ അതേമാതിരി ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നതല്ലേ? ഓക്കെ. ഇത് തുറക്കാൻ പറ്റുമോ? തുറക്കാൻ കിട്ടില്ല. ഓപ്പൺ. ഓക്കെ. ലാപ്പും കാര്യങ്ങളൊക്കെ വരും. സെറ്റ്. ഓക്കെ ബൈ, സീ യു. ഓവറായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ആക്കിയിട്ട്. ഓക്കെ. ഇത് നമ്മളെ ഹാള് അല്ലേ? ഇവിടൊക്കെ എങ്ങനെ പ്ലെയിൻ തന്നെയല്ലേ? കാരണം എങ്ങനെ ടൈം കുറച്ചുള്ളത് കൊണ്ടേ മേ ബി നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇവിടെ സിറ്റിംഗ് ഏരിയ ആക്കാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് സെയിം ബാത്റൂം അതേപോലെ തന്നെ ടൈൽസ് ഇട്ടിട്ട്. ഇത് ബാൽക്കണിന്റെ ഈ പറഞ്ഞ ഡോർ അല്ലേ? ഏട്ടാ ഇത് ഫുള്ള് ഗ്ലാസ് വരെ ഈ ഗ്യാപ്പൊക്കെ. ഓക്കെ. ഫുള്ള് ഗ്ലാസ്, അതായത് ഈ പുറത്തേക്ക് കാണും ചെയ്യും. അവിടെ നിന്ന് ഇങ്ങോട്ട് കാണൂല. ഓക്കെ. ഇങ്ങോട്ട് കാണാത്ത ടൈപ്പ് ഗ്ലാസ് അല്ലേ? ആ കൂളിങ് വരുന്ന ടൈപ്പാ?
ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഡാൻസ് വന്നിട്ട് അത് നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാം ഈ ബാത്റൂമോ ഈ ബാത്റൂമിന്റെ ടൈല് കളർ ആ കളറാണ് ഇത് മാറ്റേണ്ടത് ബാത്റൂം 3 ബാത്റൂം ഒരു കളറാ അസറുവിന്റെ ബാത്റൂം മാത്രമേ ഉള്ളൂ വേറെ സെപ്പറേറ്റ് ബാക്കിയൊക്കെ സെയിമാ ബാക്കിയൊക്കെ സെയിം ഒറ്റ തീമാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലടാ. അപ്പൊ ഇവിടെ ഉള്ളിൽ ഏറ്റവും വലിയ റൂമാട്ടോ ആ കാണുന്നത് ഇത് പിന്നെ നമ്മളെ പുറത്തേക്കില്ലേ ബാൽക്കണി ഇവിടെയും Dance പറഞ്ഞാൽ ഈ ടൈൽസിന്റെ പേര് ലെതർ ഫിനിഷിംഗ് ലപ്പോത്ര ടൈൽസ് ആണ്. ഓക്കെ അപ്പൊ ഇതാണ് ബാൽക്കണി പിന്നെ ഈ ചുമരുമ്മൽ മറ്റേ ഇത് മരിയില്ലേ റോക്കോ ഇതിനൊക്കെ ഇനി എന്താ വരിക മറ്റേ തിളങ്ങാൻ വേണ്ടിയാണ്ട് ചെറിയൊരു വാർണിഷ് മാതിരി അടിക്കും അത് കയറിക്കോളിയും പ്രശ്നമില്ല കയറാൻ പറ്റുമോ ഇത് നമ്മള് ഗമ്മിലാണ് ഒട്ടിക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമല്ല ഓക്കെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ചെയ്തു ആ സെറ്റ് സെറ്റ് അതായത് വീടിന്റെ ഈ സംഭവം അടിപൊളിയായിട്ട് ഈ ബ്രിക്കിന്റെ ഇത് കൊടുത്തത് അടിപൊളിയല്ലേ? ഓ നല്ല നല്ല ഷോ 4 ദിവസം മുന്നേ വന്നപ്പോ ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല 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 അന്ന് ഇതൊന്നുമില്ല അപ്പൊ സുഹൃത്തുക്കളെ അന്നത്തെ ഞാനൊന്ന് നിക്കാ കഴിച്ചതേ ഓർമ്മയുള്ളൂ. നിക്കാ ചെന്നപ്പോ പെര ഫുള്ള് മാറി. അസുർ വന്നപ്പോ ഇതിന് പെര കണ്ടത് 4 ദിവസം മുന്നേ വന്നപ്പോ ഇതിലാകെ ചളി ഫുള്ള് ആകെല്ലേ. ഒന്നുമില്ല മുറ്റൊക്കെ ആ കലങ്കൊലെ കിടക്കണ ഒരു ഇതിലേനി ഇനി നമുക്കൊരു 4 ദിവസത്തെ ടൈം കൂടി ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഫുള്ള് തീർക്കും ട്രസ്റ്റ് ആയി 4 ദിവസം കൊണ്ട് മാറുന്നു മനസ്സിലായി. കംപ്ലീറ്റ് ഇവിടെ എന്താ വരെ ഈ ഗ്യാപ്പ് ഇവിടെ നമുക്ക് ഗ്ലാസ് ആണ് വരാം. ഓക്കെ ഓക്കെ മറ്റേ സിനിമയിൽ സെലിംകുമാർ പറഞ്ഞേ എന്നിട്ട് വേണം എനിക്കൊന്ന് നീണ്ടു നിവർന്ന് 20 ദിവസമായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ലേ. രാവിലെ 6 മണിക്ക് അല്ല നമുക്ക് മനസ്സിലായി താങ്ക് യു രാത്രി 1 മണി 2 മണിക്ക് ഇവിടുന്ന് പോവുക പണിക്കാർ പോയിട്ട് ഇതേപോലെ നമുക്ക് അർജന്റ് ആയിട്ട് പണി വേണമെന്ന് പറയുന്ന ആൾക്കാർക്കും നമ്മൾ ചെയ്തു ചെയ്യൂല. കൊടുക്കാം. ഞാൻ നാളെ പറഞ്ഞ പൈസ റെഡിയാക്കുക ബോസിനെ വിളിക്കാം അപ്പൊ കോണ്ടാക്ട് നമ്മൾ കൊടുക്കാം പണിക്കാരെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓല് രാവിലെയും പകലും ഇല്ലാതെ വന്ന് വർക്ക് ചെയ്യണവരാണ്. അപ്പൊ ഓലെ പേയ്മെന്റും കാര്യങ്ങളൊന്നും നമ്മൾ ഡിലേ ആക്കാൻ പാടില്ല. അത് ഒരു ഇതുണ്ടല്ലോ അല്ലെ എന്താ വേർപ്പ് പിന്നെ ഞാൻ ഡാൻസിനോട് ചോദിക്കും. ഡാൻസിനോട് ഞാൻ ബാക്കിയുള്ളവരെ മാതിരല്ല, ഞാൻ ഡാൻസിനോട് ചോദിക്കും അടുത്ത ആഴ്ച നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് വരുന്നത് ഒന്ന് മുൻകൂട്ടി പറയണം. അത് പിന്നെ വരുന്ന ആഴ്ചയിൽ എക്സ്പെൻസ് ആദ്യം ചോദിച്ചു അപ്പോൾ റെഡി ആക്കാൻ പറ്റുള്ളൂ. വരാ ഇവിടെ എന്താ വരാ അതായത് ലോങ് കർട്ടൻ വരും താഴത്ത് വരാൻ അപ്പൊ ഈ ചാനൽ നമ്മൾ കാണുന്നല്ല ഒക്കെ ഉള്ളു പോകും. അതല്ല ഈ ഇതിന്റെ ഈ പിടുത്തൊക്കെ എങ്ങനത്തെ ഗ്ലാസിന്റെ ഒരു ഹാൻഡ്രയിൽ വരും. ഗ്ലാസ്സില്ല ഫുഡാണ് വരിക. അതിന്റെ കവറിങ് ഫുഡാ വരാം. കവറിങ് ഫുഡ് അത് നമുക്ക് നല്ല താഴത്തേക്ക് ഇറങ്ങിയാലോ. അസറോ ഇത്രയും കണ്ടിട്ട് എന്താ പറയല്ലേ? അൽഹംദുലില്ലാ എന്ന് പറയാം. അതന്നെ ഇത്രയും കണ്ടിട്ട് അൽഹംദുലില്ലാ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് പരിപാടി നടക്കുന്നുള്ളത്. കാരണം എന്തൊക്കെ നമ്മൾ അർജൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഡാൻസിന് ഇപ്പോൾ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവനോട് അർജൻറ്റായിട്ട് ഇത് തീർക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ തീരൂലെന്ന് തന്നെയാണ് സത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. കാരണം ഇത്ര ടൈമുള്ളൂ, നമ്മളിപ്പോൾ അവനോട് അർജൻറ്റ് കൂട്ടുക എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഓൻ വൃത്തിക്ക് ഓൻ്റെ കടമ ഓൻ നിറവേറ്റി തന്നെ പറയാം. അപ്പോൾ താങ്ക് യു. നിങ്ങളെ കമ്പനീൻ്റെ പേരും കാര്യങ്ങളും ഒന്നുകൂടി പറഞ്ഞിട്ടാണ്. നമ്മളത് അമിഗോസ് കൺസ്ട്രക്ഷൻ അത് അറിയാലോ. പിന്നെ നമ്പർ പറയണോ? പറഞ്ഞോളി. 9048922227. പിന്നെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം എൻക്വയറീസ് വന്നിനോ? എൻക്വയറീസ് വരുന്നുണ്ട്. എൻക്വയറീസ് 2-3 എൻക്വയറി ഡെയിലി വരുന്നുണ്ട്. നമ്മൾ ഒന്നാമത് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇത് തീർക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ഇപ്പം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പോകാന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ഇന്റീരിയറിന്റെ എന്ത് പറഞ്ഞോളൂ, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഫോൺ നമ്പർ ആണോ? കമ്പനീന്റെ പേരും ഫോൺ ഓക്കെ, നമ്പറും നോക്സ് എന്നാണ് കമ്പനീൻ്റെ പേര്. പെരിന്തൽമണ്ണയാണ് വരുന്നത്, മലപ്പുറം പെരിന്തൽമണ്ണ. ഫോൺ നമ്പർ 97 ഓഫീസ് 9778570497. നമുക്ക് അതിൽ കൊടുക്കാം, നമ്പർ കൊടുക്കാം. ഡിസൈനിങ് പരമായിട്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ആ നമ്പർക്ക് വിളിച്ചാൽ മതി. കൺസ്ട്രക്ഷൻ പരമായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇന്ന നമ്പർക്ക് വിളിക്കുക കേട്ടോ. രണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചെടുത്ത പ്രശ്നമൊന്നുമില്ല. ഒരു അന്തർധാരണയിൽ ഒത്തുധാരണയിൽ പോവാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ഇലക്ട്രോണിക്സ് എടുക്കാൻ പോകണം. ഞങ്ങൾ ഇലക്ട്രോണിക്സ് എടുക്കാൻ ഇലക്ട്രോണിക്സ് TV AC പിന്നെ നമ്മളെ ഹോബ് ചിമ്മിണി പിന്നെ ഡിഷ് വാഷർ
മിക്സി, മിക്സർ ഗ്രൈൻഡർ. ഈ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. നമ്മളെ വീട് വെച്ച സമയത്ത് ഇലക്ട്രോണിക്സിന് നമ്മൾ ലാഭം നോക്കരുത്. എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്, ഒരു അനുഭവത്തിൽ നിന്ന് പറയണത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ പേരിലൊക്കെ വെച്ചിരിക്കണേ അന്നുണ്ടായില്ല മറ്റേ ആറ്റംബർഗിന്റെ ഫാനില്ലേ, ഒന്നിനെനിക്ക് എത്ര 5000 സംതിങ്ങോ അന്ന് ആറ്റംബർഗിന്റെ ഫാനുണ്ട്. ഉണ്ട്. നമ്മളെ പേരിൽ ആറ്റംബർഗാണ്. അതായത് ഒരു 5 വർഷം കഴിഞ്ഞുള്ളൂ, 5-6 വർഷം. ഇവിടെ ആറ്റംബർഗ് തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാല് അതിന്റെ മെച്ചം എന്താ വെച്ചാല് ഫാനിന് നല്ല വിലയൊക്കെ വാങ്ങുമ്പോ എന്നാൽ നേരെ മറിച്ച് 3000 ഫാൻ കിട്ടാണ്ടാവും. പക്ഷെ നമ്മള് വാങ്ങിയ 5000 സംതിങ് അങ്ങനെ എത്ര ഒരു ഓർമ്മ കേട്ടോ ശരിയാണെങ്കിൽ. കുറവാണ് കറണ്ട് ബില്ല്. ഇപ്പൊ നമ്മളെ വീട്ടില് നമുക്ക് ആകെ കറണ്ട് ബില്ല് നോർമലി എത്ര വരില്ല. ഇപ്പൊ ചൂടുകാലം അല്ലാത്തപ്പം വരല് വെറും 1000, 1100, 1200. അതിന്റെ അപ്പുറം പോകില്ല. എങ്ങനെ കറണ്ട് ബില്ല് സോളാറൊക്കെ ഉണ്ട്. ഓക്കെ, സോളാർ കൊണ്ട് വന്ന സെറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സിന്റെ സാധനം അത് ഇനി നിങ്ങൾ സ്വിച്ച് ബോർഡ് ആയിക്കോട്ടെ, വയർ ആയിക്കോട്ടെ, പിന്നെ നമ്മൾ വാങ്ങണ മറ്റേ സാധനങ്ങൾ AC, പിന്നെ ഫ്രിഡ്ജ്. ഇവിടെ എന്താണോ ഒരു മെറ്റീരിയൽസിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അസർ പൈസ നോക്കിയിട്ടേ ഇല്ല. ഇത് സത്യമാണ്. ഞാൻ അസറിനെ ഇതാക്കി പറയില്ല. എന്ത് സാധനം വാങ്ങണെങ്കിലും നല്ലത് പേരന്റെ ഉള്ളിൽ പോണ സാധനം അത് കുത്തിപ്പൊളിച്ചാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ ഈ വുഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വുഡിന്റെ ക്വാളിറ്റി, തേക്കിന്റെ ഇതൊന്നും അസർ പോരെ, അസറിന്റെ ഫാമിലിന്ന് ആരെങ്കിലും പോരെ, ഒന്നുമില്ല. ഫുള്ള് നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി, ഇലക്ട്രോണിക് സാധനങ്ങളിൽ പൈസ ലാഭം നോക്കിയാൽ അവിടെ എന്ത് ചെയ്യും, കറണ്ട് ബില്ല് കൂടും. നേരെ മറിച്ച് ഈ സാധനം വാങ്ങുമ്പോൾ കുറച്ച് പൈസ കൊടുത്താലും നിങ്ങൾക്ക് എന്താവും, തെറ്റാ. സിമെന്റ് നല്ല സാധനം എടുക്കും. ഏതെങ്കിലുമൊക്കെ മറ്റേ അന്യനാട്ട് കണ്ണൂരൊക്കെ എന്നിട്ട് ഈ സാധനമൊക്കെ കോയമ്പത്തൂർ പോയി എടുക്കും. ഇതൊക്കെ കോയമ്പത്തൂർ പോയി ലോക്കൽ വയറും ബാക്കിയുള്ള ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് സ്വിച്ച് ഒക്കെ ലെഗ്രാൻഡ് ആണ്. ലെഗ്രാൻഡിന്റെ നെക്സ്റ്റ് ജെൻ പറഞ്ഞ ഏറ്റവും പുതിയ മോഡൽ സ്വിച്ച് ആണ്. വാങ്ങുമ്പോ പൈസ ഉണ്ടാവും, പക്ഷെ നല്ലതേ നല്ല പക്ഷെ ഞാൻ മനസ്സിലാവട്ടോ, ഈ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സ്വിച്ചിനും ഏറ്റവും ലോ ക്വാളിറ്റി സ്വിച്ച് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു 5000 രൂപ 10000 രൂപ റേഞ്ചിലാണ് മാറ്റം വരുന്നത്. ഇതിന്റെ നേരെ താഴെയുള്ള ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പൈസ ഞാൻ നാളോട് ചോദിച്ചു, ഇതിലേറെ പൈസ കുറവിന് ഏതാ ഇപ്പൊ നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ എത്ര രൂപ ഡിഫറൻസ് വരും നോക്കി. എന്നിട്ട് ബില്ലെടുത്ത് നോക്കിയപ്പം ഇതാണ് ചെറിയ മാറ്റമുള്ളൂ. ചെറിയ മാറ്റം പറഞ്ഞാൽ 5000 രൂപ 10000 രൂപ. പക്ഷേ പെരപ്പണി സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ചെറിയ പൈസ തന്നെയാണ്. കാരണം ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 10000 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ എടുക്കല്ലേ. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക്. മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ സാധനം എടുക്കുമ്പോ മറ്റേ ചൈനയിലൊക്കെ പോയി എടുക്കാം. അത് ലൈറ്റ് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വരുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ബൾക്കായിട്ട് എടുക്കുക. വലിയ വീടൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യലുണ്ട്. ഞങ്ങള് ഇലക്ട്രോണിക്സ് എടുക്കാൻ പോകണു, ഞങ്ങള് ഡെക്കോർ ഐറ്റംസ്, ബെഡ്ഷീറ്റ്, കംഫർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ പോകണം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിവിടെ പിരിയാൻ പോവാണ്, 2 വൈദ്യുതി പിരിയാണ്. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ നാളെ കിട്ടണ്ടേ. അപ്പൊ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നാളെ തന്നെ ഓരോട് ലിസ്റ്റ് എന്റെ അടുത്ത് തന്നില്ലേ. കിച്ചൺ നാളെ സെറ്റ് ആവും. ഓക്കെ, നിങ്ങൾ മറ്റെന്ത് ചിമ്മിനി പറഞ്ഞ ഇലക്ട്രിക് ചിമ്മിനോ, ഹോബ് ഇലക്ട്രിക് ചിമ്മിനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കാൻ പോകണേ നമ്മള്. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ അല്ല, എന്താണ് മറ്റേ ഡിഷ് വാഷറോ. ആ, ഡിഷ് വാഷർ ഇലക്ട്രിക്കിൽ പെടണ പാത്രം കഴിക്കണ സാധനം. ഓക്കെ അത് വേണം നിർബന്ധമല്ല, ഉണ്ടായിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് അഡ്വാൻസ് ടെക്നോളജി. അത് AC അങ്ങനെയുള്ള. അപ്പൊ വീട്ടുകാര് അപ്പൊ ഇനി പുതിയെണ്ണം കൂടി വന്ന സ്ഥിതിക്ക് പുതിയെണ്ണം മടിയെത്തി ആവോ എന്നുള്ളൊരു സംശയമാണ് അസർ കൂടെ പ്രകടിപ്പിക്കുന്നത്. ഇന്റെ ഭാഗത്തൊക്കെ ഞാൻ ആണോ? ഞാൻ ഇന്റെ കാര്യമാണ്. ഞാൻ ഡിഷ് വാഷറിലിട്ട് പോയാൽ എനിക്ക് ജോർജിക്ക് എത്തിക്കഴിഞ്ഞാൽ ശീലം മാറേ. അല്ല, ഞാൻ എനിക്ക് അറിയാത്തോണ്ട് ഈ ഡിഷ് വാഷർ എങ്ങനെയാണ് അതിന്റെ പർപ്പസ്, നമ്മളെ ഇട്ടാ മതിയോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് നമ്മളൊരു പിന്നെ ക്ലീൻ ചെയ്യാം, എന്നിട്ട് പാത്രത്തിൽ പാത്രത്തിലേക്ക് ഒഴിവാക്കുക. വേസ്റ്റ് ഒഴിവാക്കിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വാട്ടറും കൂൾ വാട്ടറും മറ്റേ സോപ്പിന്റെ പിന്നെ ലിക്വിഡ് ഹോട്ടലിലൊക്കെ കിട്ടണ മാതിരി ചൂടുള്ള പ്ലേറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇതുവരെയുള്ള കാര്യങ്ങള്. അപ്പൊ ഇവിടെയൊക്കെ ലൈറ്റുകൾ വരല്ലേ, ഇവിടെയൊക്കെ എന്തൊക്കെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരൂലേ, അതൊക്കെ നിങ്ങളല്ല അല്ല. ഇതൊക്കെ എന്ത് ലൈറ്റ് ആണ്? ഇത് സീലിംഗ് ലൈറ്റ് ആണ്. ഹാങ്ങിങ് ലൈറ്റ് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ബെഡ്റൂമില്, ബെഡ് സൈഡിന്റെ സൈഡിലൊക്കെ ആയിട്ട്, ഇവിടെ സെന്ററിലൊക്കെയാ. ഇവിടെ നോർമൽ ലൈറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ CCTV അവിടെ വരും അല്ലേ? അവിടെ ആ പോയിന്റ് അല്ലേ അവിടെ ഇട്ടിരുന്നെ? അതെ. ഗേറ്റിന്റെ അവിടെ വരുന്നില്ല. കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യോ 360 റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വീട് കംപ്ലീറ്റ്ലി CCTV സർവൈലൻസിലായിരിക്കും. അപ്പോ അല്ലേ, അത്രേ ഉള്ളൂ. ഡോഗ് ഉണ്ടാവോ?
അതിന് നല്ല ആഗ്രഹമുണ്ട്, ഉമ്മ സമ്മതിക്കുന്നില്ല. പക്ഷെ വാങ്ങി കൊടുത്താൽ പിന്നെ ബലെന്നെ നോക്കിട്ടോ. ഡോഗിന്റെ ഒരു കാര്യമാണ് ഇമ്മാർക്ക് ഇഷ്ടമുണ്ടാവില്ല, വാങ്ങണ്ട അങ്ങനെയാണ് ഇങ്ങനെ വാങ്ങി കഴിഞ്ഞാൽ ഓൽക്കാൻ അതിനോട് സ്നേഹം വരും. കാരണം എന്തൊക്കെ പറഞ്ഞ ഒരു ജീവിതമായിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരും. അങ്ങനെയാണ് പൂച്ചനെ മാത്രം കണ്ടിട്ട് ശീലമുള്ളൂ. പൂച്ച ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളൂ. ഡോഗ് എന്ന് പറഞ്ഞാൽ ഇത്ര നന്ദിയുള്ളൊരു ജീവി മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്രക്ക് നല്ല ജീവിയുണ്ട് ഡോഗ്. ഭയങ്കര സ്നേഹമാണ്, നമ്മളെ ഭയങ്കര കെയർ ചെയ്യാറ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ചിലപ്പോൾ ഒന്നുകൂടായി ഉണ്ടാവില്ല. അപ്പോൾ വരുമല്ലോ എന്നുള്ള അസുഖം തീരുമാനിക്കട്ടെ അല്ലേ. ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു ഡാൻസിനോട് ഒരു കൂടുണ്ടായിക്കാണ്ട് വെക്കാൻ പറയും. ആയിക്കോട്ടെ, അടുത്താണ് പോവാ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഇതിവിടെ എൻഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യണില്ല, വ്ളോഗുകൾ തുടർന്നും കാണാം. ഇലക്ട്രോണിക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ മൈജി പോലെ നമ്മള് മൈജിയിൽ പോകണം. ഇന്നലെ അനുവിന്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ തൊണ്ടയാട്. അവിടെ ഒരു കമ്പനീന്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ പോയിനാണ് ഓൾറെഡി. അപ്പൊ ഞാൻ അവിടെ പോയപ്പം ഒന്നാമത് ഓണമാണല്ലോ, നല്ല ഓൺ ഓഫറും കാര്യങ്ങളും ഇതൊക്കെ മൈജിയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. അപ്പൊ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, നിലമ്പൂരുണ്ട്, പക്ഷെ നമുക്ക് അവിടെ വലുതാണ്. അവിടെ ഒന്നുകൂടി കുറച്ച് കളക്ഷൻസ് കൂടുതൽ കിട്ടും തോന്നുന്നു നമുക്ക്. അപ്പൊ അങ്ങനെ നമ്മളറിയുന്ന ഒരാളുണ്ട്, നമ്മൾ മൂപ്പരെ വിളിച്ചിനി. അപ്പൊ നമ്മളോട് മൈജിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈജിയിൽ പോവാണ്. ഓൺ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ നമുക്ക് ഒന്നാമത് ഇത്രയും ബൾക്ക് സാധനങ്ങൾ നമുക്ക് വേണാനും. അപ്പൊ അത് പക്ഷെ അത്യാവശ്യം റേറ്റിന്റെ സാധനം ഉണ്ട്, അത് ഉണ്ട്. ആ അതെ, അപ്പൊ 10 രൂപ പറഞ്ഞതായില്ലേ. അപ്പൊ നമ്മള് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈജിക്ക് തന്നെ പോണത്. അപ്പൊ നമ്മൾ പോയാൽ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മള് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എവിടെയാണ്? മൈജി ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ തൊണ്ടയാടുത്തെ മൈജിയിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. വീടിൻ്റെതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ നോക്കിയാണ് കൊയങ്ങി. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീൽ ഇവിടെ ഉണ്ട്. എ ടു സെഡ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം എന്താണ്, പിന്നെ മൈജി തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ലൈവ് കിച്ചൺ ഉണ്ട്. ഈ ലൈവ് കിച്ചണിൽ നമ്മോടൊപ്പം ചേരുന്നു കിച്ചണിൽ. ഇതിന്റെ പർപ്പസ് എന്താണ്? ഇതെന്തിനാ കിച്ചണിൽ വെക്കണ്? ഇതെന്താ സംഭവം അറിയോ? ഇതല്ല അപ്പൊ ഇതെന്താ ഇതെന്താ പറഞ്ഞാട്ടെ മിക്ക ഇത് പറഞ്ഞാട്ടെ ഇതെന്തിനുള്ളതാ? ഇതെന്തിനുള്ളതാ പറഞ്ഞൊക്കെ? ഇത് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടും, ഞങ്ങൾ പോകും. ഇതെന്തിനുള്ള? പെങ്ങളോടൊക്കെ ഉണ്ട്. ഇതെന്തിനുള്ള പറയും. ഇതെന്താ മിക്ക പഠിച്ചു ടാറ്റ എടുത്താൽ മതി. അതെ, ഇതിങ്ങനെ ബാക്കി കൂട്ടി ഓഫായി. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ ഈച്ചനെ ആട്ടിയാൽ മതി, സാധനം ഓണാവും. അങ്ങോട്ട് ഇങ്ങനെ ഓഫ് ആവും. ഇതിന്റെ പേരെന്താണ്? ഇത് ഇലക്ട്രിക് ചിമ്മിനി. നമ്മൾ ഇത് എടുത്തിട്ടുണ്ടോ? ഇതല്ല, വേറെ ബ്രാൻഡിന്റെ ആണ്. ഇലക്ട്രിക് ഹോബ് ഏതാണ്? ഇത് ഇലക്ട്രിക് ഹോബ് കേട്ടോ. അപ്പം നമ്മളെ കൂടെ ചേരുന്നു നഷ്വ ആൻഡ് ഹുദ. നഷ്വ ഫ്രം മഞ്ചേരി, ഹുദ ഫ്രം കൊല്ലം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പിന്നെ വീട്ടിലേക്ക് അസറുവിൻ്റെ വീട്ടിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പുതിയണ്ണിനെ കൊണ്ടുവരൽ എന്തായിരുന്നു, മസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുതിയണ്ണിനെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ആക്കിയിരുന്നത്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. പുതിയണ്ണിനെ ഇൻട്രൊഡ്യൂസ് ആക്കാൻ നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ആയി കിട്ടൂല. അത് നമ്മൾ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പുതിയണ്ണിനെ കൊണ്ടുവരണം. പുതിയണ്ണിന് എന്നാലും എന്തെങ്കിലും പറയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. എന്തേലും അസ്സലാമലൈക്കും പറഞ്ഞോ? ആരോട്? ഞങ്ങളോടാ? അല്ല, എല്ലാവരോടും, കാണുന്ന ആൾക്കാരോട്. വലൈക്കും സലാം. വാ, എന്താ വെച്ചാല് വന്ന സമയത്ത് ഇവിടൊക്കെ അങ്ങനെ തന്നെ ഇനി പിന്നെ അങ്ങനെ അല്ലേ ഇപ്പൊ അവിടെ ഇതിങ്ങോട്ട് വരൂ. അതായത് നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കണോണ്ട് തന്നെ നമുക്കൊരു ഗ്രഹനാഥം വേണം. അതെ, എക്സ്പീരിയൻസ്ഡ് ആയാലും ഗ്രഹനാഥം ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആരെ അത് എന്താ നല്ല ഗൃഹനാഥനെ കൊണ്ടുവന്നിക്കണത്. ഗൃഹനാഥൻ അതുകൊണ്ട് അഭിപ്രായം കിട്ടില്ല നബീലിനൊക്കെ. അതെ, അപ്പൊ നമ്മളെ വീഡിയോ ഇപ്പൊ എടുക്കണത് നബീലാട്ടോ. കുറച്ച് നബീൽ ഉടക്കും നമ്മളവിടെ കിട്ടോ. നബീൽ എന്താ വെച്ചാൽ ഓന്റെ പെരീക്കുള്ള സാധനങ്ങൾ ഇതിന്റെ ഗ്യാപ്പിൽ നോക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് നമുക്ക് കണ്ടറിയാം, ഗസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ സാധനമാണ്
മിക്സി എന്ന് പറഞ്ഞാല് ആദ്യം എല്ലാരെ വായിലും വരുന്ന ഒരു പേരുണ്ട്. എനിക്കറിയില്ല കേട്ടോ ബ്രാൻഡ് ഇജ് പറഞ്ഞോണ്ടാണ്. സുജാത അല്ല അങ്ങനെയല്ല, അതിപ്പോ എനിക്കും മിക്സി എന്ന് പറഞ്ഞ ആരാണ് ജസീമിക്ക. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പുതിയ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ആരൊക്കെ നമുക്ക് നോക്കാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങണം നോക്കട്ടോ. ജസീം കോഴിക്കോട് വന്നത് എന്തിന്? ഇത് ജസീം പുതിയ ഇറക്കിയതാ? HR ആണ്. വരട്ടെ. ജസീം മാത്രമല്ലല്ലോ, അതിൽ വേറെ ആരൊക്കെ ഉണ്ട് കേട്ടോ. ജസീമിക്ക വന്നു, നിഹാലിക്ക വന്നു. ഹലോ ഗായ്സ്, അസറുവിന്റെ കല്യാണത്തിന് വരാതെ നിഹാലിക്കാൻ നമ്മളിതാ പൊക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കാണാം കേട്ടോ. സുഹൃത്തുക്കളെ, നിഹാലിക്ക ടാറ്റ് വന്നിരിക്കുന്നു. ഇടങ്ങോട്ട് വരി. അപ്പൊ ഒരു വരുന്നുണ്ട്. അർശയുടെ അപ്പൊ ഇതിലില്ല. എവിടെ? ബാക്കിൽ കരിച്ചതും പൊരിച്ചതും പൊരികൾ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങാനും വേണ്ടിട്ട് ആ ട്രാഫിക് ലൈറ്റിന്റെ അവിടെ നിർത്തിയാൽ തിന്നുകൊണ്ട് ഇരിക്കേനി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പുതിയണ്ണിന്റെ ഒക്കെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഏതെടുത്തു? സുജാത എടുത്തു. ബ്രാൻഡ് നമ്മൾ സുജാത എടുത്തു. കാര്യമായിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്യട്ടെ മിക്കി? സീരിയസ് മാറ്ററുകൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ നമ്മള് ബേക്കിംഗ് ഓവൻ. അപ്പൊ മിക്സി നമ്മൾ സുജാത എടുത്തു. ഇവിടെ വേറെ കുറെ കമ്പനികളുണ്ട്. അപ്പൊ നമുക്ക് സുജാത ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ സുജാത എടുത്തു. പിന്നെ എങ്ങനെ വന്ന് നോക്കിയാല് മിക്ക നമ്മളെടുത്ത സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെടുത്തതൊക്കെ മിക്കി ആണ് ഇനി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് കേട്ടോ. വീട്ടില്ല ഞാൻ നിന്നെ ഇപ്പൊ കേട്ടോ. അപ്പൊ അസർ ഇത് കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം നമുക്ക് പെരി കൊണ്ടാച്ചാലോ പറഞ്ഞു. അതായത് ചെറിയ മിനി ബാറ് ഹോട്ടലിലൊക്കെ ഉണ്ടാവണം അങ്ങനത്തെ. അതൊന്നും വാങ്ങിയാലോ? റൂമിൽ കുറച്ച് കോളയും പെപ്സി ഒക്കെ നിറച്ചുകൊണ്ട് റെഡ് ബുള്ളൊക്കെ. അയ്യോ സോറി, ഹോട്ടൽ റൂമിന്റെ മാതിരി. മിക്ക നമ്മൾ പിന്നെ എടുത്തത് ഇതാണ്. ഇതെന്താ സാധനം? ഓവൻ. അപ്പൊ ഇതിലെന്താ ഉണ്ടാക്കുക? ഇതെന്താണ് ഇതിന്റെ പർപ്പസ്? എന്ത് ചൂടാക്കാൻ? ചിക്കൻ ഗ്രില്ലഡ് ചിക്കനൊക്കെ ചൂടാക്കാൻ. ഇതെന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. അല്ലല്ല, ഇതല്ല. ഇതെന്താ സാധനം പറയും? ഒന്ന് ഗസ് ചെയ്യ്. ഇതാ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ പുക വലിച്ചെടുക്കണം. അത് ഓണാണ് സെറ്റപ്പ് നോക്കിയാ. ഇതൊക്കെ വാങ്ങിനോ? ഇതൊക്കെ നമ്മള് വാങ്ങി. ഇലക്ട്രിക് ചിമ്മിനി. നമ്മളെ ഇലക്ട്രിക് ചിമ്മിനി. ഇതാണ് ഹോബ്. അല്ല ഇതിപ്പോ എന്തിനാ വർക്ക് ചെയ്യണം? 3 ഇതെന്തിനാ വർക്ക് ചെയ്യണേ? അല്ല, ഇവിടെ നമ്മള് കിച്ചണ് കത്തിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുക ഇതിലേക്ക് വലിച്ചു. അതാണ് ഇത്. വേറെ പുതിയ മോഡലാണ്. ഡിസൈനിൽ മാറ്റണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തായി കല്യാണം കഴിഞ്ഞ ഇവിടെ? വണ്ടി ഏതാ പുതിയ എടുത്താ? സത്യം പറയ്, അതാരാ വണ്ടിയാ? നോണച്ച് നോണറിയണ്ട. ചെലവരാൻ മടിച്ചിട്ടേ നമ്മളെ പരിപാടിക്ക് ചോന്നില്ല. അതിനെന്താ പറയല്ലേ മിർശാക്ക? നമ്മളെ കല്യാണത്തിന് വരാത്ത നിയാലിനെ പറ്റിട്ട് അത് എന്തുകൊണ്ടാന്നുള്ളതിന്റെ റീസൺ പറഞ്ഞു കൊടുക്കണം. എന്താ സംഭവം അറിയോ? ടോവിനോയും ബേസിലും അവാർഡ് കൊടുക്കണ്ടേനി. അതായത് ടോവിനോയും ബേസിലും അങ്ങോട്ട് അവാർഡ് അത് കൊടുക്കാൻ പോയേനു. ഈയാ കൊടുത്ത് ഫോട്ടോ ഇന്നത് പറയും എന്തിന്? വലിയ റേഞ്ച് എത്തിയപ്പോ നമ്മളെ ഒഴിവാക്കി. അവാർഡ് കൊടുക്കാൻ അങ്ങോട്ട് പോയി. പക്ഷെ കുഴപ്പമില്ല. ബാസിലെ നമ്മളെ 2-3 പരിപാടി മിസ്സായാലും ചെക്കം നല്ല രീതിയിൽ എത്തിയാൽ മതി. അത്രേ ഉള്ളൂ നമുക്ക്. അത്രേ ഉള്ളൂ. നല്ലതാണ് പറഞ്ഞു. വേറെ മനസ്സിലാവില്ല. നമ്മളുടെ ഒരു 2 മണിക്കൂറിന്റെ കല്യാണ പരിപാടി നല്ലൊരു പരിപാടിയാണ്. അതായത് മൊമെന്റ് ആണ്. പക്ഷെ ഞമ്മക്ക് അപ്പുറത്ത് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അതിലും വലിയൊരു സംഭവം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കണ്ടൊന്നും ആരും കല്യാണം വലിയ പരിപാടിയൊക്കെയാണ് കാണുന്നു വേണ്ട. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇനിയും നമ്മളെ റിസപ്ഷൻ ഉണ്ട്, പരിപാടികളുണ്ട്, നമുക്ക് ടൈമുണ്ട്.
അത്രയുള്ളൂ. അതങ്ങനെയാടാ, അതങ്ങനെ തന്നെയാണ്. അത്രയുള്ളൂ. ഞാൻ ഇതെന്താ സാധനം, ഇതെന്താ സാധനം, ഇതിന്റെ പേര് പറയും. മറ്റല്ലേ ഇല്ല, ഇതിലാണ് ചിക്കൻ ഇതിന്റെ ഉള്ളിൽ പൊരിച്ചേ. എയർ ഫ്രയർ മറ്റല്ലടാ, മറ്റേ എയർ ഫ്രയർ ഇതല്ല, ഇത് വേറെ. ഇതിന്റെ പേര് ഓവനെ ഇക്കറിയാം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലോ ഇതെന്താ പറയും, ഇതെന്താ വെച്ചാല് ഹീറ്റ് വരും. എങ്ങനെ ഹീറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും? അങ്ങനല്ല, ഇത് പുക വലിച്ചെടുക്കുന്ന സാധനമാണ്. അതല്ല ഞാൻ പറഞ്ഞു, ചിമ്മിണിക്കൂടിന്റെ വേറെ സാധനം. ചിമ്മിണിക്കൂടിന്റെ വേറെ സാധനമാണ് ചിമ്മിനി ചിമ്മിനി. മറ്റേ പണ്ടൊക്കെ കരിഞ്ഞിന്ന് മുകളില് കരിയില്ല. പക്ഷെ ഇങ്ങോട്ട് ചൂണ്ടിക്കാട്ടെ, നമ്മള് മൈജിക്ക് വരാനുള്ളതിന്റെ മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ്. MRP 79,000 റുപ്യാണ്. പക്ഷെ ഓഫർ നല്ല കിഡിലും ഓഫർ കൊടുക്കണം. 36,000 റുപ്യ പകുതി വിലക്കാണ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് ഒരുപാട് സാധനത്തിന് ഓഫർ ഉണ്ട്. ഓണമാണ്, മൈജി ഓണം, എന്താണ് മാസം ഓണം. ഇനി എത്ര ദിവസം കൂടി ഉള്ളൂ? 4ാമത്തെ സീസണാണ്. ഇനി എത്ര കുറച്ച് ദിവസം കൂടി ഉള്ളൂ, 2 ആഴ്ച ഒരാഴ്ച കൂടി ഉള്ളൂ. ഞമ്മക്ക് ലോസില ഈ ഇലക്ട്രിക് ചിമ്മിനി ഹോബ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ വരെ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇന്ന് റിസർച്ച് ചെയ്ത് നമ്മൾ ഫുൾ ChatGPT ഗൂഗിളൊക്കെ നോക്കി പഠിച്ചില് ഹെഫൽ നല്ലൊരു ബ്രാൻഡാണ്. നമുക്ക് പഠിച്ചത് ജർമ്മൻ ബ്രാൻഡാണ്, ജർമ്മൻ ക്വാളിറ്റി. 1923 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് ഫാബർ, ഇറ്റാലിയൻ ബ്രാൻഡ്. ഓവൻ ഫാബറും ഇത് രണ്ടും നമ്മൾ ഈ സെയിം സാധനം നമ്മൾ എടുത്തിട്ട് കാരണം പകുതി പൈസക്കാണ് ഓഫർ കൊടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു റേറ്റിന് തന്നെ എന്ത് ചെയ്താണ് എടുത്തിട്ടുണ്ടോ. മൈജിയിൽ സത്യം പറഞ്ഞാല് നല്ല ഓഫർ ഉണ്ട്. എങ്ങനെയുണ്ട് മൈജിത്തെ ഓഫറുകള്? 30,000 കുറച്ച് കൊടുക്കുന്നത്. അടിയിൽ വേറെ കോമഡി ഉണ്ട്. 45 ലക്ഷം റുപ്യന്റെ ഒരു TV. അത് 45 ലക്ഷം TV. എന്നിട്ട് ഓഫർ ഉണ്ടായിരുന്നു. അവർ എത്ര വെച്ച് 25 ലക്ഷം റുപ്യ. 45 ലക്ഷം റുപ്യന്റെ TV 25 ലക്ഷം റുപ്യ അടിയിൽ ഓഫർ ഉണ്ട്. അപ്പൊ കിടിലൻ ഓഫറുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് നേരത്തെ നെസ്വി പുതിയ ആ ടിവിന്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോ നമ്മള് പറഞ്ഞ് അവിടെ നിന്നിട്ട് മാറുന്നതാ. നമ്മള് 25 ലക്ഷം പോലും ഓഫർ പ്രൈസ് പോലും കൊടുക്കാനില്ലാത്തൊരു സാഹചര്യമാണ്. വീട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓൾക്കാട് എഴുതി കൊടുക്കണം. അതെ. അപ്പൊ അങ്ങനെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. നമ്മളിത് ഇതും ഇതും നമ്മളെടുത്ത വാഷിംഗ് മെഷീൻ അല്ലേ? ഇനി നമ്മളെടുത്ത വാഷിംഗ് മെഷീന് ഇത് എടുക്കാനുള്ള റീസൺ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം അപ്പൊ നമ്മളെ പുതിയനെ പരിചയപ്പെടുന്ന ആളുകളുണ്ട് ഇതിന്റെ അടിയിൽ കൂടെ. ബാസിലെ ഇത് എടുക്കാനുള്ള റീസണും കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ജോർജിയക്ക് വന്ന ആളുകളായിരിക്കാം. നമ്മള് വരുമ്പോ ഫുള്ള് ജോർജിയക്ക് വന്ന ആളുകളായിരിക്കാം. ജസീമ ജോർജിയ ഇവനോടെ നബീലോടെ ജോർജിയയിലെ നമ്മളെ സ്പെഷ്യൽ സാധനം എങ്ങനെ വെച്ചാല് സംഭവം കുറച്ച് പഴയതേക്കരം. അതെ, ഇത് കാണിച്ചിട്ടാ ഇതുണ്ട്. ഇതിൽ നമ്മള് ചോറാണ് വെക്കും. ഇതില് ചോറൊക്കെ ഇതിൽ നമ്മള് ചോറാണ് വെക്കും. എന്നിട്ട് മുകളില് ചിക്കനാണ് വെക്കും. അതെ. അപ്പൊ എന്ത് ചെയ്യാ, ചിക്കൻ്റെ നീരിങ്ങനെ ചോറുക്കണ ഇറങ്ങും. അപ്പൊ അതിനാണ് ചോറും ചിക്കനും. ഇത് ഇതിന്റെ ഇതിൽ എഴുതിക്കുന്നത് 39,000 റുപ്യാണ്. പക്ഷെ ഓഫർ പ്രൈസ് നല്ല ഓഫറിൽ തന്നെ ഇത് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഹെൽത്തി ആണ്. നമുക്ക് ടേസ്റ്റിൽ ഫുഡും കഴിക്കാം, ഹെൽത്തിയാണ്. ഇത് ഒരു പ്രശ്നം, ഒരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ മസാല വെച്ചാണ്ട് വെച്ചാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും ഇളക്കും വേണ്ട, മറച്ചും വേണ്ട, ഒന്നും ചിക്കനും ആയി. അപ്പോൾ ഇത് നമ്മളെ ഫേവറേറ്റ് സാധനം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കിച്ചണിലുള്ള ഒരു വസ്തു, എനിക്ക് ഇഷ്ടമുള്ളൊരു വസ്തു ഇതാണ് ഈ ബേക്കിംഗ് ഓവൻ. ഇത് വാങ്ങിക്കണത്? ഇത് വാങ്ങിയില്ല. ജസീമിന്റെ പേരപ്പണി നടക്കണ്ട കേട്ടോ. പേരപ്പണി കഴിഞ്ഞാണ്, കുടിരിക്കലുണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കിടിലൻ പരിപാടിയും വരാണ്ട് അതുണ്ട്. സ്പൈഡർമാന്റെ വീഡിയോ സീൻ വീഡിയോ അതെന്നാ ബ്ലോഗിൽ ലൈവായിട്ട് വാലോണം കാണിച്ചു കൊടുത്തോ. ഓ ക്യാമറയാണ് വലിക്കണത്. ഉടുക്കണിക്ക് നമുക്ക് ക്യാമറ മൈജിന്റെ ഉള്ളിൽ വന്നാണ് ഈ കുതിര കളിച്ചത്. ഇനി നമുക്ക് നേരെ നമുക്ക് ഇത് കാണിച്ചെടുക്കാം. വാഷിംഗ് മെഷീൻ.
TV എടുത്തിട്ടോ ഈ ഫ്രിഡ്ജാണ് എന്താണ് ഓക്കെ മറ്റേ ഇതേ എന്താണ് പാത്രങ്ങള് മറ്റേ ഡിസൈൻ ഗ്ലാസ്സുകള് ഫ്രിഡ്ജ് നമുക്ക് അൾമാറി കയറ്റിയല്ലോ. എന്നിട്ടോ അൾമാറ തുറക്കുമ്പോ ഫ്രിഡ്ജ് ഓ ആ സെറ്റപ്പ് അതെന്താ അവിടെ മിക്ക ഇവിടെ വാ ഇവിടെ വാ മിക്കക്ക് ലാസ്റ്റ് ഒരു അവസരം കൂടി. ഇതെന്താ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. വാഷിംഗ് മെഷീൻ ഇതെന്താണ്? ആക്സസറീസ് ഒക്കെ ക്ലീൻ ചെയ്യണേ. നമ്മള് ചിന്തിക്കാതെ മിക്ക ആദ്യം വന്നിട്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ ഇത് പൊന്തിച്ചാണ് വാഷിംഗ് മെഷീൻ എഴുതിയാണ്ട്. സ്കാൻ ചെയ്യണ അല്ല ഓന് നോക്കാനുള്ള അവസരം കൊടുത്തു ഞാനേ. ഫോട്ടോകോപ്പി എടുക്കുന്ന സാധനം നബീല് ഫ്രിഡ്ജ് എടുത്തിട്ടോ? ഓഫറുകളായോണ്ട് ഇതിന്റെ ഉള്ളിൽ കയറി എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങണ്. അതായത് വെറുതെ നമ്മളപ്പം സാധനം വാങ്ങാൻ വന്നേനി നബീല്. ഇവിടെ എത്തിയപ്പോ നബീലൊരു സാധനം നബീല് അർശ് എന്തോ ടെക്നോളജി പരമായിട്ടുള്ള സാധനം വാങ്ങിക്കാണ്ട് കയറിക്കണ്ടോ? അന്നെ വെച്ചോ പണം വെച്ചോ? ഇതിന്റെ മുന്നേ എന്തൊക്കെയാ എന്നെ പണം വെച്ചിക്കണോ? ഇന്നിപ്പോ 2 ലക്ഷം പണയം വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എസിയും ഫ്രിഡ്ജൊക്കെ ആയിട്ട് കുറച്ചേരായിട്ട് അർശി പണത്തിലാണ് ഇവിടെ ഇരിക്കണത്. അത്രേ ഉള്ളൂ. നബീലൊക്കെ ഒന്ന് വന്നപ്പോ ഫ്രിഡ്ജ് എടുത്തത്. ഇത് ആലോചിച്ച് വടക്കൻ വീട്ടിൽ കൊച്ചുഞ്ഞാണത്. നബീലെ വായക്കാട് വീട്ടിലെ 2 പുല്ല് വെട്ടി വിറ്റാ കിട്ടൂടാ ഓനക്ക് ഈ ഫ്രിഡ്ജിന്റെ പൈസ. അമ്മ വന്നെടുത്തിർക്ക് വായക്കാട് അബ്ദുറഹ്മാൻ മാസ്റ്ററിന്റെ പേരന്റെ മുറ്റത്തുള്ള പുല്ല് വിറ്റാ കിട്ടൂടാ എനിക്ക് ഈ ഫ്രിഡ്ജിന്റെ പൈസ. അതത്രേ ഉള്ളൂ. ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നാളെ തണുത്തള്ളട് തന്നല്ലോ അവിടെ അണ്ടർഗ്രൗണ്ട്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ മിക്കപ്പാ ഒരു സാധനം മിക്കാണ് മറ്റേ ഇജ്ജ് വന്ന ഇജ്ജിങ്ങനെ മടിച്ച് നിൽക്കുമ്പോഴാണേ മിക്ക ഇതെന്താണ് സാധനം പറഞ്ഞത്? അതെങ്ങനെ മനസ്സിലായി ചോദിച്ചില്ലേ? ഇതിന്റെ പേര് കറക്റ്റ് പറഞ്ഞു, ഡബിൾ എയർ വാഷിംഗ് മെഷീൻ. ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇതിന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? ഇത് 2 വാഷ് ചെയ്യാനല്ലോ ആണോ? ഒന്ന് വാഷ് ചെയ്യാൻ ഒന്ന് ഉണക്കാനോ. അപ്പൊ ഇതിലേക്ക് നമ്മള് വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടി കുക്കും. ഇതിൽ വാഷ് ചെയ്തിട്ട് ഇതിലാണ് ഫാൻ ഉണ്ടോ? അടി കുക്കൊന്നുമില്ല. ഇല്ലല്ല അത് ഓട്ടോമാറ്റിക് ഇതിന്ന് എടുത്ത് ആധികാരികമായി സംസാരിക്കാൻ ഞാന് മുന്നോട്ട് വരുന്നതാണ്. പറഞ്ഞ ഇതെന്താ ആദ്യം ഡ്രസ് ഇടാ പിന്നെ അത് ഓട്ടോയിൽ അടി പോകും. ഏതാ ഫ്രെയിമൊക്കെ അങ്ങനെ തുറന്നോക്കെ അങ്ങനെ കൈ കൊടുക്കില്ല. അതന്നല്ലേ പറഞ്ഞേ. അപ്പൊ മേലെന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് താഴത്തേക്ക് ചാടുവാണ്. അടിക്ക് നമ്മളെന്നെ ആക്കണ്ടേ? അപ്പൊ മറ്റേതെല്ലാം നല്ലത് പൊട്ടാ. അത് നമ്മളൊന്നും ആക്കണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണക്കി തരൂലേ? ഇപ്പോൾ കടന്നു ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ പറയുന്ന ഫോട്ടോയ്ക്കല്ല, മറിച്ച് എന്റെ സ്വർഗരാജ്യം തുറന്ന വാസിലേ, നമ്മളെടുത്ത വാഷിംഗ് മെഷീന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൽ പൂട്ടണതിൻ്റെ മുന്നേ നമുക്ക് വേഗം നമ്മളെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെടുത്തത് ഈ LGൻ്റെ ഇതാണ്. ഇതല്ലല്ലോ, സോറി, ഇതല്ല എടുത്തിന്. ഇതെന്ന് തോന്നുന്നു ഈ സാധനം. ഇതാണ് നമ്മളെടുത്തത്. ഇത് നമുക്ക് ഏകദേശം ഈ സാധനത്തിൻ്റെ ഒരു 20-30% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അത്രയും ഡിസ്കൗണ്ടോട്ട് എവിടെ നടക്കുന്നത്? നിങ്ങൾക്കൊരു ബേസിക് എക്സാമ്പിൾ ഞാൻ കാണിച്ചതാ. ഓഫർ പ്രൈസ് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. അതന്നെ. പിന്നെ വില മറ്റേ എന്താണ് ഐപാഡിൽ ഇങ്ങനെ നോക്കണ ആൾക്കാരുണ്ട്. ഓരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓല് കറക്റ്റ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എത്ര ഓഫർ ഉണ്ട് എന്നുള്ളത് ഓല് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഓരോന്നും അങ്ങനെ പറഞ്ഞു നിൽക്കണേ.
പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഇങ്ങനെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലാസ്റ്റ് പ്രൈസ് അങ്ങോട്ട് പോരും അല്ലേ വാതിലെ? നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ എടുത്ത് ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ? നമ്മൾ ഇത്ര നമ്മൾ ഫ്രിഡ്ജ് എടുത്തില്ല, ഫ്രിഡ്ജിന്റെ ഇതില്ല. നമുക്ക് ഉണ്ട്. വാഷിംഗ് മെഷീനും ഉണ്ട്. വാഷിംഗ് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളത് തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കണം, അത് എടുക്കണോ വേണ്ടേന്ന് കരുതിയാണ്. പ്രീമിയം ഡ്രസ് വാഷ് ചെയ്യാം. ഏതില് ഞാനൊരു കാര്യം പറയട്ടോ സാറോ, നമുക്കേ നമ്മള് പെരീത്തെ വാഷിംഗ് മെഷീൻ ഇപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് വാങ്ങിയല്ലേ, അത് കേടന്നിട്ട് ഇത് വാങ്ങി. അതാണ് ഞാൻ വേണ്ട, അപ്പൊ എന്നാ അത് ഒഴിവാക്കാം, ഇത് എടുക്കണ്ട. അപ്പൊ നമുക്ക് നേരെ പക്ഷെ ഓഫർ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് വന്നെടുത്തു. അർഷം എടുത്തു, അർഷം എടുത്ത സാധനം അവടിയാണ്. അർഷ് വാഷിംഗ് മെഷീൻ എടുത്തിട്ടോ, അത് ഞങ്ങൾ കൊണ്ടുപോകണം. അത് കാണിച്ചു കൊടുക്കണോ? അത് കാണിച്ചു കുറച്ച് അപ്പുറത്താണ്. ഇല്ല, അത് കാണിച്ചു കൊടുക്കണമെന്നില്ല. നമുക്ക് ഇനി നേരെ പിന്നെ ഇവിടെ പാത്രങ്ങൾ, പിന്നെ നമ്മൾ എടുത്തത് ടി വി താഴത്താണ്. ഇവിടുത്തെ സെക്ഷൻ കഴിഞ്ഞില്ലേ. പിന്നെ നമ്മൾ ഇവിടുന്ന് എടുത്തത് പിന്നെ ചെറിയ ഇതെടുത്ത് അയൺ ബോക്സ് എടുത്ത്, അതാ സെക്ഷനാണ്. ക്യാമറ ഞാൻ തേപ്പ് പെട്ടിനെ എന്ത് തേപ്പെട്ടി തേക്കാൻ പറ്റും? അതന്നെ, തേപ്പ് പെട്ടി തേക്കാൻ പറ്റും, ചൂടാക്കാൻ പറ്റും. പൊള്ളി ബ്രോ, പൊള്ളി. അതന്നെ, തേപ്പ് പെട്ടി കൊണ്ട് തേക്കാൻ പറ്റും. അങ്ങനല്ല, എന്റെ മുട്ടൊക്കെ ഇങ്ങനെ മാറുന്നാണ്ട് പറയും. മറ്റേ സ്റ്റൈല് പറയും, ലാസ്റ്റ് ഇട്ട റീലില്ല അതിലുണ്ടല്ലോ അതേമാതിരി. എന്ത് സ്റ്റൈല്. സൽമാന്റെ കുറെ പഴയ വീഡിയോസ് ഉണ്ട്, അതിന് നമുക്ക് മനസ്സിലാവും തേപ്പ് പെട്ടിന്റെ അർത്ഥം. അതിന് ബാക്കിലല്ലേ? ബാക്കിലാണോ? അപ്പൊ ഫ്രണ്ടിലോ പോടാ അവിടുന്ന് നമ്മളൊന്ന് മണ്ടി കാണി. ഇല്ല, അത് ഒട്ടിക്കണാണ്. അല്ലല്ല, ബാക്കിലാണ്. ഇവിടെ അല്ലേ? അതന്നെ ഞാൻ പറഞ്ഞത്, ഈ പൊട്ടന്മാർക്ക് അറിയില്ലേ കളറ് മാറ്റാൻ പറ്റണാണ്. ഞാൻ ഒട്ടിക്കാം. ഒട്ടി ആ സാധനം ടെക്നോളജിയാ, അത് മാഗ്നറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടുന്ന് നമുക്ക് ഇനി നല്ല താഴത്തേക്ക് പോയേക്കാം അല്ലേ? അപ്പൊ നിങ്ങള് ഓണം ഓഫർ തീരിന്റെ മുന്നേ വീട് പണിയും കാര്യങ്ങളൊക്കെ നടത്തി വീട്ടിലുള്ള സാധനങ്ങൾ നോക്കണോലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം മൈജിക്ക് പോകുന്നോളി. എന്നിട്ട് നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുക്കുക. കാരണം വെറുതെ പൈസ കളയണ്ടെന്നേ നമ്മൾ പറയുള്ളൂ. കാരണം അത്രയും ഓഫർ ഉണ്ട് കേട്ടോ. പകുതി പൈസയിലാറ് ഓഫറുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നബീല, എന്താ പറയാ ഓഫറുകളെ പറ്റിയിട്ട്? ഒരു രക്ഷയില്ലാത്ത ഓഫറാണ്. വെറുതെ വന്ന സാഹചര്യം എന്തേലും അങ്ങനെ കണ്ടു ഓഫർ കണ്ടിട്ട് അർസി EMI കിട്ട അർസിനെ, അർസിന്റെ പേരിൽ EMI എടുത്ത് അർഷിക്ക് അതാണ് ആവശ്യം. അർഷിക്ക് അതില് ആൾക്കാർ എടുക്കണം. അർഷിക്ക് എന്നിട്ട് മറ്റേ സിബിലൊക്കെ കൂടണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് താഴത്തേക്ക് പോകാം. താഴത്ത് പോയിട്ട് നമ്മള് ടിവിയും സൗണ്ട് ബാറും കാണിച്ചാൽ നമ്മളെടുത്ത അതന്നെയല്ലേ നമ്മൾ വാങ്ങിട്ട്. പിന്നെ AC എടുത്തു ഒന്ന്. ബാത്റൂം ക്ലീനർ ഇതല്ലല്ലോ എടാ ബാസിലെ, ഞങ്ങളിവിടെ സീരിയസ് ടോപ്പിക് സംസാരിക്കുമ്പോഴാണ് ഇജ അവിടെ ഇല്ല, ഞങ്ങൾ AC നെ പറ്റി ഫാനിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇതെന്താ വെച്ച് വെക്കണോടെ ചതക്കണം ചമ്മന്തി ഉണ്ടാക്കണതോ? എങ്ങനെയാ തോന്നണ? ഇതുവരെ ചിരിക്കണക്ക് ഇതെന്തിനുള്ളതെന്ന് പറഞ്ഞ തിന്നണായോണ്ട് ഇതേ ചെക്കൻ്റെ ഫീൽഡാണ്. തായ്ലൻഡോ? ഞാനങ്ങനെ വർത്താനം പറയണ ഞാനല്ല. അതല്ല ഈ വർത്താനം പറയണേ പറഞ്ഞ മിക്ക ഇതെന്താ പറഞ്ഞ ബാസിലെ ഊത് മണപ്പിക്കണത് ഇവിടെ ബാസിലെ ഇതെന്താന്ന് ചോദിച്ചു മിക്കനോടേ നിർച്ചാക്ക, ഇതെന്താ ചോദിച്ചു മിക്കനോടേ ഊത് മണപ്പിക്കണത്. ഇത് തുറന്നു നോക്കി. അപ്പൊ ഊത് മണപ്പിക്കണതാണ്. കണ്ടോ?
മണത്തോക്ക് നല്ല ഊതല്ലേ? ആണല്ലേ? ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അനാവശ്യമായ റീലൊക്കെ ടാഗ് റീലുകളിലൊക്കെ ടാഗ് ചെയ്യാം. ഇന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് ഓപ്ഷൻ വിചാരിക്കും ഞാനതാണ്. മൈക്ക് അവിടെ മുടക്കണല്ലോ, അപ്പൊ ആൾക്കാർക്ക് എന്താ കേൾക്കുക? ഓഫ് ചെയ്തത് ദോശ ഫാനൊക്കെ പിന്നെ നമ്മൾ അവിടെ തന്നെ വാങ്ങിയിട്ട് വാസിലെ ആറ്റംബർഗിന്റെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല, അതൊക്കെ ഓൾറെഡി അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ മതി. ഇവിടെ പിന്നെ ഓഫർ ഉണ്ട്. ആറ്റംബർഗിന്റെ ഫാനാണ് നമ്മൾ എടുത്തത്. പൊട്ടത്തിന് മൊത്തം എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. എടുക്കണ മെറ്റീരിയൽ നമ്മൾ ടോപ്പ് ക്വാളിറ്റി എടുക്കുക, അത്രേ ഉള്ളൂ. ജ്യൂസ് അടിക്കണേ? പിന്നെ ഇതെന്തിനാ വേഗം പറയ്. അല്ല എന്തിനാ പറയ ഇത് ഇവിടെ ഫോട്ടോ എന്തിന്നെ മുളകല്ല എല്ലരിയാ ഫോട്ടോലേ ഇവിടെ മുളക് ചെത്തിച്ചിക്കണേ. എന്നിട്ട് ആ മുളക് അരിയണത് ഇത് ഫോട്ടോ നോക്കിട്ട് എന്താ പറയ മോള് മിക്കൊക്കെ പെരീക്കുള്ള സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കോമഡി കണ്ടു വാസിലെ. മിക്കൊക്കെ സ്വന്തമായിട്ട് ഒരു പേരെ ഭാവിയിലൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ മിക്ക സ്വന്തമായിട്ട് ഒരു പേര കുട്ടിരിക്കലൊക്കെ കഴിഞ്ഞു. ഒറ്റക്കുള്ളൂ, ഓൻ്റെ പെണ്ണുങ്ങളുള്ളൂ. പെണ്ണുങ്ങൾ പണിക്കൊക്കെ പോയി. എന്നിട്ട് ഓനോട് പറയാൻ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങണം. മിക്ക ആദ്യം പോയിട്ട് വാങ്ങണത് ഇതാണ് നോക്കിക്കോ. എന്നിട്ട് ഓള് പണി കഴിഞ്ഞ് വരുമ്പോൾ സീനാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് മാത്രം ഉണ്ടാവും, മുളക് മാത്രം അരിഞ്ഞ് വെച്ചിക്കണേ ഇതിൻ്റെ ഉള്ളില്. ബാക്കി ഉള്ളി തക്കാളിയൊക്കെ മിക്ക സ്വന്തം കൈകൊണ്ട് അരിയുണ്ടാവും. അപ്പൊ ഓള് ചോദിക്കും എന്ത്, അപ്പൊ മിക്ക പറയും ഇതില് മുളക് മാത്രമല്ല അരിയാൻ പറ്റുള്ളൂ. മിക്ക എന്താ വെച്ചാൽ ഫോട്ടോ കണ്ട് അതേപോലെ യൂസ് ചെയ്യണം. ഇത് മുളക് മാത്രം അരിയാൻ പറ്റണതാണ് നാളെ മിക്ക. അല്ല മിക്ക എല്ലാം അറിയാൻ പറ്റണ ഇതാണ്. മിക്ക ഇങ്ങനെ വന്നു നോക്കിയാണ്ട് ഇത് മുളക് മാത്രം ഇത് മുളക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം അറിയാം. എന്നാ പിന്നെ ഇതങ്ങ് എടുക്കാം. ഇത് മുളക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ഇതെല്ലാം അറിയാം. അപ്പൊ നമുക്ക് ഇത് എടുക്കാം. ഇതേപോലെ അനുഭവം എനിക്കുണ്ട്. പണ്ട് എന്റെ സാമ്പാർ കൂട്ട് വാങ്ങാൻ പറഞ്ഞു. അതായത് നമ്മള് പീടിക്കൊക്കെ സാധനം വാങ്ങി തുടങ്ങണ ഒരു പ്രായം ഉണ്ടല്ലോ, ആ ടൈമില് സാമ്പാർ കൂട്ട്. ആ ടൈമിലല്ല, ഞാൻ കടയിൽ നിൽക്കുന്ന ടൈമാണ്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിക്കണേ. പക്ഷെ ഈ സാമ്പാർ കൂട്ട് വാങ്ങൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇല്ലല്ലോ അവർ പറയാലോ, എനിക്കറിയില്ല. ഞാൻ പോയിങ്ങാണ്ട് ഈ സാമ്പാർക്ക് ഇടുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതെല്ലാം എന്ത് ചെയ്തു, 1 കിലോനോ 1.5 കിലോനൊക്കെ വെച്ച് ഓരോ സാധനം വാങ്ങി. സാമ്പാർ കൂട്ട് വാങ്ങി കഴിഞ്ഞപ്പോൾ 850 രൂപ ബില്ല്. ഒരു ചാക്കില് സാമ്പാർ കൂട്ട്. അത് നടന്ന സംഭവമാണ്. അപ്പം എനിക്കറിയില്ല ഇനി സാമ്പാർ കൂട്ട് പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇതെല്ലാം കൂടെ എടുത്തരുന്നില്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അത് എനിക്കറിയില്ല അന്ന്. അപ്പം അന്ന് എനിക്കൊരു അനുഭവം കിട്ടി. സാമ്പാർ കൂട്ടി നിന്ന് പീടി പോയി പറഞ്ഞാൽ മതി, അപ്പൊ അതെല്ലാം കൂടെ 100 രൂപേന്റെ ഉള്ളിലെ സാധനം ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ അതെന്ത് ചെയ്തു, അതിലുണ്ടാവണം ഓരോ പച്ചക്കറി 1 കിലോനോ 1.5 കിലോനൊക്കെ വെച്ചോട് വാങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ഒരു 850 രൂപ ബില്ല് വന്നു. അതിന്റെ ഒരു അനുഭവമാണ്. അന്ന് മുതൽ എനിക്ക് എന്തായി, സാമ്പാർ കൂട്ട് പഠിച്ചത്. അതേപോലെ ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്ത ടി വി ഇതാണ്. ഈ ടി വി നമ്മുടെ അടുത്ത് ഇത് സാംസങ്ങിന്റെ 65 ഇഞ്ചിന്റെ ടി വിയാണ്. 65 ഇഞ്ചിന്റെ ടി വിയാണ്. 125 cm OLED ആണ് നമ്മൾ എടുത്തത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ലാസ്റ്റ് വന്ന സംഭവം. ഓർഗാനിക് LED അങ്ങനെ എന്താണ് ഇതിന്റെ പേര്. വളരെ തിക്നെസ് കുറഞ്ഞ ആണോ? ഗെയിമിംഗ് ലാപ്ടോപ്പിലൊക്കെ നല്ല ക്വാളിറ്റി. തീരെ തിക്നെസ് ഇല്ല കേട്ടോ, തിക്നെസ് ഇല്ല, ഇത്രേ ഉള്ളൂ. അതിന്റെ കൂടെ ഇത് കൊടുത്തില്ല ഈ ബോക്സ്. അതെ, സൗണ്ട് ബോക്സ്, സൗണ്ട് ബാർ. അതിനെന്താ പറയാ? അതായത് 2,29,900 ടി വിയാണ്. അത് നല്ല ഓഫറിലുണ്ട്.
എടാ ഓ ഫുട്ബോൾ നടക്കണ്ടോ ആ ഓക്കെ പെട്ടിട്ടില്ലല്ലോ എന്താ പ്രശ്നം കളി കോപ്പറേറ്റ് ചെയ്തു ഫുട്ബോൾ നമുക്ക് നല്ല ഓഫറിനാണ് അടി കിട്ടും കിട്ടില്ല ഓഫറിന് അതെ അപ്പോൾ അതെന്താണ് മിക്കേ ഇനി മിക്കിക്ക് ഒരു കാര്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മളെടുത്ത ടി വി ഇതാണ് സാംസങ്ങിന്റെ OLED ഇവിടെ മുതൽ പറഞ്ഞാൽ പോരെ അത് മറ്റേത് അടിയത്തെ കിട്ടിക്കണോ ആ മറ്റേ നിൽക്കണത് ആ കുഴപ്പമില്ല നീ പറഞ്ഞോടുക്ക് പിന്നെ അപ്പം ടി വി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ പിന്നെ മൈജിയാണ് എല്ലാ ബ്രാൻഡും ഉണ്ടാവും നിങ്ങൾക്കും അറിയാം അതെ അപ്പം സാംസങ്ങിന് ഇതിനൊക്കെ ഓൾറെഡി കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് സാംസങ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞൊക്കെ അപ്പുറത്തുണ്ടോ സോണിക്ക് എത്ര റേറ്റ് വരുന്നില്ല 65-ന് അല്ല ഞാൻ അവിടുന്ന് പെരിയെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ടിവിന്റെ കാര്യത്തിലാണെങ്കിൽ സാംസങ് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഇനി നിങ്ങളൊക്കെ എടുക്കാൻ വരുന്നവരാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ഏതാ നോക്കിയിട്ട് എന്ത് ചെയ്യുക അതനുസരിച്ച് എടുക്കാം പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണ് AC അല്ലേ പിന്നെ AC അത് ബ്ലൂ സ്റ്റാറിനാണ് നമ്മൾ വാങ്ങിയത് എല്ലാം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള ഓഫറിലാണ് നമുക്ക് കിട്ടിയത് അതൊന്നും പറയാനല്ലോ മിക്കേ അസറോ മറ്റേ സാധനം ആ മിക്കേ ഇതെന്താണ് ഈ ടിവിനെ കുറിച്ച് എന്താ പറയുക എനിക്ക് തിയേറ്ററോ ഇതിന് എത്ര രൂപ ഇതിന് ഏകദേശം എത്ര ഉണ്ടാവും ഒരു സുമാറാണ് കാരണം നോക്കരുത് അല്ലോ എത്ര ഉണ്ട് ആള് കിടക്കുക എന്നിട്ടെ 4 ലക്ഷം 44,00,000 സംഖ്യ ഉണ്ടല്ലോ ഇത് ഓഫർ ഉണ്ട് ഇതിന് എത്ര 25 ലക്ഷത്തിന് കിട്ടും റെഡ് ഉണ്ടെങ്കിൽ 44,99,999 ക്യാമറ കൊടുത്തിട്ട് ടി വി എടുക്കാണെങ്കിൽ ഉണ്ടോ എക്സ്ചേഞ്ചിനുണ്ടോ ഇതെന്താണ് ഇതിനെന്ത് റെക്കോർഡ് ഉണ്ട് വേൾഡ്സ് ലാർജസ്റ്റ് പോകാൻ പറ്റില്ല അതെന്താ 116 ആണോ ക്യാമറ ഒക്കെ പണം വെച്ചാണ് ടി വി കയറും കൂടി മൊത്തം ടി വി അപ്പോൾ ഈ ടി വി വേണ്ടവർ വന്നിട്ട് വേഗം വാങ്ങിക്കോളൂ ഒറ്റ പീസുള്ളൂ കേട്ടോ വേറല്ല അപ്പോൾ വേണ്ടവർ വേഗം ഒന്ന് വാങ്ങാം അല്ലെങ്കിൽ ഒരു ചുമര് എട്ടണിന് പകരം ഇത് വെച്ചാൽ മതി പൗതി ചുമര് ഇതിമ്മ പോന്നിട്ടും പിന്നെ നമ്മൾ എടുത്തത് ഇതാണ് പക്ഷേ ഇതല്ലല്ലോ നമ്മള് ഇത് 3 സ്റ്റാർ നമ്മളിത് ഇത് 3 സ്റ്റാറും ആണ് ഇത് 1.5 ആ ഏത് ഇത് പക്ഷെ ഇത് 3 സ്റ്റാറാ 3 സ്റ്റാർ ആണ് പക്ഷെ നമ്മളിത് 1.5 സ്റ്റാർ ആണ് നമ്മൾ എടുത്തേക്കണേ അപ്പോൾ നമ്മൾ AC എടുത്തത് ബ്ലൂ സ്റ്റാർ ആണ് അല്ലേ അപ്പോൾ എല്ലാത്തിനും 5 സ്റ്റാർ ആണ് ബ്ലൂ സ്റ്റാർ ആണ് 5 സ്റ്റാർ ആണ് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും എന്തുണ്ട് ഓഫർ ഉണ്ട് അപ്പോൾ ഓണാണ് എല്ലായിടത്തും ഉണ്ടാവും ഓഫർ പക്ഷേ നമുക്കൊന്നുകൂടി ബെറ്റർ ആയിട്ട് ഇവിടുന്ന് കിട്ടിയോണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഒന്നാണ്ട് എടുത്തത് ഞാൻ PS5 ഇവിടുന്ന് നോക്കിയിനി പക്ഷെ PS5 ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ദുബായിൽ നിന്ന് ആരെങ്കിലും വരുമ്പം ഓരോടത്ത് കൊടുത്ത് ഏൽപ്പിക്കാന്ന് ഇനി പക്ഷെ ഇവിടെ ഉണ്ടോ നോക്കി പക്ഷേ ഇവിടെ സ്റ്റോക്ക് ഔട്ട് ആണ് എന്നുള്ളത് മാത്രമല്ല ദുബായിൽ നിന്ന് വാങ്ങണ ഏകദേശം റേറ്റ് സാമ്യമായി ഓഫർ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് വാങ്ങണതും അവിടുന്ന് വാങ്ങണതും എനിക്ക് ഏകദേശം ഒരേപോലെ തോന്നി പക്ഷെ ഇവിടെ സ്റ്റോക്ക് ഇല്ല അല്ലെങ്കിൽ ഇവിടുന്ന് PS5 കൂടി എടുത്തിനാ അപ്പോൾ നമ്മൾ നിലമ്പൂരിന്ന് ഇവിടെ വന്ന് എടുക്കണമെന്നുണ്ട് നിലമ്പൂർ മൈജി ഉണ്ട് അല്ലേ പക്ഷേ നമ്മൾ ഒന്നുകൂടി കൂടുതൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് തൊണ്ടയാട് മൈജിയിൽ നമ്മളുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഒന്ന് എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലത്ത് അല്ലേ അതെ ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളും ഫ്രീ ആണെങ്കിൽ മൂപ്പര് വിളിച്ചാണ്ട് ചോദിച്ചോക്കാം മൂപ്പര് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ വരെ അല്ലല്ല ഇക്ക നീ ആലേ മൂപ്പരൊന്ന് വിളിച്ചാ അപ്പോൾ ഇതാണ് നമ്മളെ നിഹാലിക്ക കല്യാണത്തിന് വരാത്ത നിഹാലിക്ക കല്യാണം മിസ്സാക്കിക്കാണ്ട് നമ്മളെ ചാമ്പ്യൻ വലടോ വരി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കണ്ട പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് ഷെനീഫ് എന്നാണ് നിങ്ങളുടെ മൈജീത്ത് ഞാൻ മൈജിയിൽ ഇവിടെ തൊണ്ടയാട് BM ആയിട്ട് വർക്ക് ചെയ്യാണ് അതെ ഇപ്പോൾ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ എത്ര ദിവസം കൂടി ഉണ്ടാവും നമുക്ക് അറിയണ പോലെ നമ്മൾ പറഞ്ഞിരിക്കണം ബാക്കികൾ പറയും അതെ ഓഫർ നമുക്ക് അടുത്ത മാസം ലാസ്റ്റ് വരെ നമുക്ക് ഓഫറുണ്ട് ഓണത്തിൻ്റെ മെയിൻ ഓഫറായിട്ടാണ് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വരെ നമുക്ക് ഓണം ഓഫറുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫർ ഈ ടി വി ആണോ
ഈ ഓഫർ ഇതല്ല, നമുക്ക് അതിലും വലിയ ഓഫറാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ബമ്പർ സമ്മാനമായിട്ട് നമ്മൾ BMW കാർ കൊടുക്കുന്നുണ്ട്. ബമ്പർ സമ്മാനം എത്ര രൂപന്റെ മേലെ പർച്ചേസ് ചെയ്യണം? 5000 രൂപന്റെ മുകളിലേക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് കൂപ്പണായിട്ട് കിട്ടും. നമുക്ക് എത്ര തരും? 5000 രൂപന്റെ പക്ഷേ ഓരോ ബില്ല് അഗൈൻസ്റ്റ് ആണ്, ഇൻവോയ്സ് അഗൈൻസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് അഗൈൻസ്റ്റ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും കൂപ്പൺ ഉണ്ടാവും. പിന്നെ അതെ അതെ അതെ, കൂടാതെ നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണക്കാലത്ത് മൈജിയിലേക്ക് വരിക. നിങ്ങൾക്ക് ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, ഷോപ്പ് വിസിറ്റ് ചെയ്യുക അല്ലേ? അതെ അതെ. ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ അവർ ചെയ്തു തരും. നമ്മൾ തൊണ്ടയാട് വരണമെന്നുണ്ടെങ്കിൽ ഏട്ടനോട് ചോദിച്ചാൽ മതി, ഇവിടെ ഉണ്ടാവും. ഷെനീഫ് ഖാനെ കണ്ടാൽ മതി, ബാക്കി നമ്മൾ ആയിക്കോളും. ഇവിടെ വരിക, ഷെനീഫ് കണ്ടുപോയിക്കുക, എന്നിട്ട് നിങ്ങളോട് കണ്ടോളി, ബാക്കി മൂപ്പര് നിങ്ങൾക്ക് ഫുൾ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ബൈ ബൈ.